ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 23. ദിവ്യഫലത്താൽ തയ്യാറാക്കിയ ഗുളിക കഴിച്ച അരുന്ധതിയിലും വാസുദേവനിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ശേഷം സന്തോഷത്തോടെ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടെ നഴ്സുമാർ ഏതോ ഒരു യുവാവിനോട് കടങ്കഥകൾ പറഞ്ഞു നിൽക്കുന്നത് കണ്ടു. നഴ്സുമാരുടെ മറവിൽ നിൽക്കുന്ന ആ യുവാവ് ആരാണെന്ന് നോക്കിയ അവർ ഞെട്ടി. തലേ ദിവസം വരെ മരണത്തോട് മല്ലടിച്ചു കിടന്ന ആ രോഗി, 4 ബുള്ളറ്റുകളുമായി ഈ ആശുപത്രിയിലേക്ക് വന്ന ആദ്യത്തെ രോഗി. അയാളാണ് ഇത്രയും നേരം പൂർണ്ണ ആരോഗ്യത്തോടെ നഴ്സുമാരോട് തമാശകൾ പറഞ്ഞു നിന്നത്. അനന്തനെയും വാസുദേവനെയും കണ്ടപാടെ ആ യുവാവ് തൊഴു കൈകളോടെ എഴുന്നേറ്റു. അനന്തനല്ലേ? എന്റെ ഏട്ടൻ പറഞ്ഞിരുന്നു നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്ന്. ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്റെ ജീവൻ തിരിച്ചു നൽകിയതിന്. ഈ വൈദ്യരുടെ മകനാണല്ലോ ഇദ്ദേഹം. അച്ഛന്റെ കഴിവ് തന്നെയാവും മകനിലും പ്രതിഫലിക്കുന്നത്. അതിവിനയത്തോടെ ആ യുവാവ് പറഞ്ഞു. നന്നായി പുകഴ്ത്തി പറയാൻ കഴിവുണ്ടല്ലോ ഇയാൾക്ക്. ഒരേ സമയം അച്ഛനെയും മകനെയും കയ്യിലെടുത്തിരിക്കുന്നു. അനന്തൻ മനസ്സിൽ കരുതി. എന്റെ മകനല്ലേ, എന്നേക്കാൾ മികച്ചൊരു വൈദ്യനാകട്ടെ, അങ്ങനെ തന്നെ വരട്ടെ. വാസുദേവൻ അനന്തനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ആ യുവാവ് അനന്തനെ ഒരു മികച്ച വൈദ്യനായി അംഗീകരിച്ചു പുകഴ്ത്തുമ്പോൾ ആ അച്ഛന്റെ മനസ്സ് നിറഞ്ഞു. എങ്ങനെയുണ്ടിപ്പോ? വാസുദേവൻ ഒരു വൈദ്യരുടെ സ്വരത്തിൽ ആ യുവാവിന്റെ ആരോഗ്യ വിവരം തിരക്കി. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, പൂർണ്ണമായും സുഖപ്പെട്ടു. നിങ്ങളല്ലേ എനിക്ക് പുതുജന്മം നൽകിയത്. അതിനാൽ തന്നെ ഈ ഹോസ്പിറ്റലും നിങ്ങളുടെ കുടുംബവും ഇനി എന്റേതുകൂടി ആയിരിക്കും. എന്നെ രക്ഷിച്ച ഈ കൊച്ചു വൈദ്യന്റെ അച്ഛനായ നിങ്ങൾ ഇനി എന്റെയും അച്ഛനായി, ആ യുവാവ് പറഞ്ഞു. ഇയാളിത് എന്ത് വിഡിതൊക്കെ പറയുന്നത്, നാവിന് ഒരു ലൈസൻസ് ഇല്ലാത്തതുപോലെ. അനന്തൻ ചിന്തിച്ചു. വെറുതെ ഓരോ വിവരക്കേട് പറയരുത്. ഞങ്ങൾ നിങ്ങളെ ചികിത്സിച്ചത് അത് ഞങ്ങളുടെ കടമയും ജോലിയും ഒക്കെ ആയതുകൊണ്ട് മാത്രം. അതിന് ഇങ്ങനെയൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോ വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പൊ പിന്നെ ഡിസ്ചാർജ് ചെയ്യാം. അനന്ത, ഇയാളുടെ ബില്ല് റെഡിയാക്കാൻ പറ. അനാവശ്യമായിട്ടുള്ള ഒരു കടപ്പാടും ഇതിന്റെ പേരിൽ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. വാസുദേവൻ പറഞ്ഞു. എന്റെ പേര് ജഗൻ. ഉറപ്പായും എനിക്ക് ആരോടെങ്കിലും കടമോ കടപ്പാടോ ഉണ്ടെങ്കിൽ ഞാനത് തീർത്തിരിക്കും. ഇവിടെ എനിക്ക് തീർച്ചയായും കടപ്പാടുണ്ട്. എന്റെ ജീവനാണ് തിരികെ തന്നിരിക്കുന്നത്. ഞാൻ എന്റെ ജീവന് നല്ല വില കൽപ്പിക്കുന്നുണ്ട്. മറ്റെവിടെ പോയാലും ഞാൻ ഇത്ര പെട്ടെന്ന് സുഖപ്പെടില്ലായിരുന്നു എന്ന് മാത്രമല്ല, മിക്കവാറും ജീവൻ പോലും രക്ഷിക്കാൻ വേറെ ഒരു ആശുപത്രിക്കാർക്കും സാധിച്ചിട്ടുണ്ടാവില്ല. എനിക്കത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എന്റെ ജീവന്റെ വിലയ്ക്ക് തുല്യമായ കാശ് ഞാൻ നിങ്ങൾക്ക് തരും. ഇപ്പൊ തൽക്കാലം ഞാൻ പോകുന്നു. കാറ്റും കോളും ഒടുങ്ങിയിട്ട് ഞാൻ തീർച്ചയായും തിരികെ വരും, യുവാവ് പറഞ്ഞു. ജഗൻ പുറത്തിറങ്ങി ബില്ല് അടച്ചു കഴിഞ്ഞപ്പോഴേക്കും അനന്തൻ അവിടേക്ക് ചെന്നു. ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് അനന്തൻ മാത്രമേ തന്റെ സമീപമുള്ളൂ എന്ന ഉറപ്പോടെ അവൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പോവുകയാണ്. എന്നെ കൊണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും അറിയിക്കണം. ഞാൻ എത്തും. ഭാവിയിൽ ആവശ്യം വരുമെന്ന് എനിക്കറിയാം. ഒരവസരം വരുമ്പോ വിളിക്കാൻ മടിക്കരുത്, ജഗൻ പറഞ്ഞു. അനന്തൻ നെറ്റി ചുളിച്ച് ജഗനെ തന്നെ നോക്കി. രസികനായ പ്രകൃതം, തീരെ ഗൗരവക്കാരനല്ല എന്ന് തോന്നിക്കും വിധത്തിൽ സംസാരം. എന്നാൽ തന്നോട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതീവ ഗൗരവം തോന്നിക്കുന്നതാണ്. എന്നാൽ അതും സരസമായ രീതിയിലാണ് പറഞ്ഞത്. അനന്തൻ ജഗന്റെ കയ്യിലേക്ക് നോക്കി. കൈവെള്ളയിലെ ഒരു തഴമ്പിൽ അനന്തന്റെ കണ്ണുകൾ തറഞ്ഞു. ദീർഘകാലം വാള് പിടിച്ചതിന്റെയാണ് ആ പാട്. അനന്തന് പക്ഷേ ജഗനെ ഒന്നിനു വേണ്ടിയും തിരികെ വിളിക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നു. അതിനാൽ തന്നെ വിഷയം മാറ്റാനായി അവൻ ചോദിച്ചു. ഇന്നലെ എപ്പോഴാണ് ഉണർന്നത്? വെളുപ്പിനൊരു 4 മണിയാവാറായി. താൻ തന്ന മരുന്ന് അടിപൊളിയാണ്. എന്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ ഇങ്ങനെയൊരു മരുന്ന് കഴിച്ചിട്ടില്ല, ജഗൻ പറഞ്ഞു. ജഗന്റെ സംസാരത്തിൽ നിന്നും അവന്റെ മനസ്സിൽ എന്താണ് എന്ന് അനന്തന് മനസ്സിലായി. അനന്തൻ ചോദിച്ചു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആ ഗുളിക കഴിച്ച ശേഷം ഉള്ളിൽ എന്തെങ്കിലും മാന്ത്രിക ശക്തി വല്ലതും തോന്നുന്നുണ്ടോ? അനന്തൻ എടുത്തടിച്ചതുപോലെ ചോദിച്ചത് കൊണ്ട് മാത്രം ജഗൻ അത് സമ്മതിച്ചു. അനന്തൻ അങ്ങനെ ചോദിക്കുമെന്ന് ജഗൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആ മരുന്നിന്റെ രഹസ്യം തന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടി വിഷയം മാറ്റുമെന്നാണ് അവൻ കരുതിയത്. അതെ,
എന്റെ ശക്തികൾ വർദ്ധിച്ചിരിക്കുന്നു, അതും 4 മടങ്ങധികം. ജഗന്റെ ആത്മവിശ്വാസത്തോടെയുള്ള പറച്ചിൽ കേട്ട് അനന്തൻ ഒന്ന് അന്താളിച്ചു. ഇത്രയും കൃത്യമായ ഒരു മറുപടി അവൻ തീരെ പ്രതീക്ഷിച്ചതല്ല. അതായത് അയാളുടെ കളരിപ്പയറ്റിലെ സാമർഥ്യം പോലും 4 മടങ്ങ് അധികമായി വളർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ താൻ ഈ ചോദ്യം അച്ഛനോടും അനിയത്തിയോടും ചോദിച്ചില്ല. കാരണം അവരിരുവരും കളരി അഭ്യസിച്ചവരല്ല. അതിനാൽ അവരോട് അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ ജഗന്റെ ശരീരഘടന കണ്ടപ്പോൾ തന്നെ അനന്തന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അയാൾ കളരി പരിശീലിച്ചിട്ടുണ്ട് എന്ന്. അനന്തന്റെ നാഗലോകത്ത് പോലും 4 മടങ്ങ് ശക്തി വർദ്ധിച്ചവർ അപൂർവമായിരുന്നു. അനന്തന്റെ മൗനം കണ്ട ജഗൻ സ്വയം മൗനം ഭേദിച്ചു. ഇത്രയും വിശിഷ്ടമായ വില പിടിച്ച മരുന്ന് ഈ കേരളത്തിൽ ലഭിക്കില്ലെന്ന് എനിക്കറിയാം. ഒരു രോഗത്തിനും ഇങ്ങനെ ഒരു മരുന്ന് വിപണിയിലുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും അത്യപൂർവമായ മരുന്ന് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചത്. മാത്രമല്ല എൻ്റെ ശക്തികൾ പോലും വർദ്ധിച്ചു. ആരാണെന്ന് പോലും അറിയാത്ത എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? ജഗൻ ചോദിച്ചു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞ ഇയാൾ വിശ്വസിക്കോ? അനന്തൻ ചോദിച്ചു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും. അഥവാ നിങ്ങൾ ദൈവമാണെന്നും എന്നോട് അലിവ് തോന്നി എന്നെ അനുഗ്രഹിക്കാനായി പ്രത്യക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കും. ജഗൻ ബഹുമാനത്തോടെയാണത് പറഞ്ഞത്. ഹേയ്, അങ്ങനെയൊന്നുമല്ല. ഇന്നലെയാണ് നഷ്ടപ്പെട്ടു പോയ ഈ ക്ലിനിക്ക് തിരികെ നേടിയത്. ഞാൻ ഈ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത നിമിഷം തന്നെയാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നത്. ആദ്യത്തെ രോഗി ആയതുകൊണ്ട് ഏതറ്റം വരെ പോയാലും നിങ്ങളുടെ ജീവൻ ഒരു ആപത്തും വന്നുകൂടാ എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതിനാലാണ് ഈ ദിവ്യ ഔഷധം ഞാൻ നിങ്ങൾക്ക് തന്നത്. അനന്തൻ പറഞ്ഞു. ഇത്രയും നിസാരമായ ഒരു കാരണമാകും അനന്തന് പറയാനുണ്ടാവുക എന്ന് ജഗൻ തീരെ കരുതിയില്ല. ജഗന് അനന്തനോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നി. എന്നാൽ അനന്തൻ അവനെ രക്ഷിച്ചതിനുള്ള യഥാർത്ഥ കാരണം അപ്പോഴും പറഞ്ഞിരുന്നില്ല. തന്റെ ദിവ്യദൃഷ്ടി. അതുകൊണ്ട് മാത്രമാണ് അനന്തൻ ജഗനെ മരണത്തിൽ നിന്നും കൈപിടിച്ച് ജീവിതത്തിലേക്ക് എത്തിച്ചത്. നാഗലോകത്തെ 2000 വർഷത്തെ ജീവിതത്തിൽ തനിക്ക് കൈവന്ന ദിവ്യദൃഷ്ടി. അനന്തൻ വെറുതെ ഓർത്തു. അങ്ങേക്ക് ഒരു സമ്മാനം ഞാൻ കരുതി വച്ചിട്ടുണ്ട്, ജഗൻ പറഞ്ഞു. ആദ്യം ഈ അങ്ങുന്ന്, നിങ്ങൾ എന്നിങ്ങനെയുള്ള വിളികളൊക്കെ നിർത്തി അനന്തൻ എന്ന് വിളിക്ക്. എന്താണ് സമ്മാനം? അനന്തൻ ചോദിച്ചു. ജഗൻ തന്റെ പോക്കറ്റിൽ നിന്നും ചുരുട്ടിപ്പിടിച്ച ഒരു കടലാസ് എടുത്തു. അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സംഘം അതീവ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു അഭ്യാസ തന്ത്രമാണ്. അന്യർക്ക് ആർക്കും നൽകാറുള്ളതല്ല. താങ്കൾക്ക് ചിലപ്പോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു, ജഗൻ പറഞ്ഞു. നിങ്ങളുടെ സംഘമോ? എന്ത് സംഘം? അനന്തൻ ചോദിച്ചു. അതെ, ഞങ്ങളുടെ സംഘം. ഞാൻ ഈ സംഘത്തിലെ 39ാമത്തെ വിജയിയാണ്. ഇന്നലെ വന്ന നരസിംഹൻ ആചാര്യൻ എന്റെ വല്യമ്മാവനാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോ ഈ സംഘത്തിൽ തുടരുന്നില്ല, ജഗൻ പറഞ്ഞു. അനന്തൻ ആ പേപ്പർ ഒരു വട്ടം കൂടി നോക്കിയ ശേഷം ജഗന് തിരികെ നൽകി. കാരണം അനന്തൻ ഒരു തവണ നോക്കിയാൽ മതി വായിക്കുന്നത് എന്തും ഹൃദിസ്ഥമാകും. അത് മാത്രമല്ല, ജഗൻ നൽകിയ തന്ത്രത്തിൽ 70-ലധികം തെറ്റുകൾ അനന്തന് കാണാൻ കഴിഞ്ഞു. അനന്തൻ ഇതിലും ശക്തമായ പല തന്ത്രങ്ങളും അറിയാം. അതിനാൽ തന്നെ വാൾപയറ്റുമായി ബന്ധപ്പെട്ട ഈ തന്ത്രം അനന്തന് ആവശ്യമില്ല. അവൻ ജഗനോട് ഇപ്രകാരം പറഞ്ഞു. ഞാൻ ഇവിടെ സ്വസ്ഥമായി എന്റെ ക്ലിനിക്കും നടത്തി അച്ഛനോടും അനിയത്തിയോടും ഒപ്പം സമാധാനമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്തിനാണ് ഈ അഭ്യാസമുറകളൊക്കെ? അതുകൊണ്ട് നിങ്ങളുടെ ഈ വിദ്യകൾ എനിക്ക് ആവശ്യമില്ല. അനന്തൻ പറയുന്നതിനെ ജഗനും അനുകൂലിച്ചു. ശരിയാണ്, ഒരു ഡോക്ടറിന് രോഗികളെ ചികിത്സിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. അത് തനിക്കറിയുകയും ചെയ്യാം. ഈ വിദ്യ പഠിക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരും. അതുകൊണ്ട് നീ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇനി എപ്പോഴെങ്കിലും ആരെയെങ്കിലും കൊല്ലേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞു കാണാൻ നീ ആഗ്രഹിച്ചാൽ എന്നെ വിളിക്കണം. അതിനൊരു മടിയും വിചാരിക്കില്ലേ. ഇതിന്റെ ആവശ്യം ഇപ്പോ തനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു ഓഫർ തരട്ടെ. ഇവിടുത്തെ ഔഷധത്തോട്ടം ആകെ കത്തിക്കരിഞ്ഞു പോയില്ലേ? സാരമില്ല, എന്റെ അറിവിൽ ഒരു വലിയ ആയുർവേദത്തോട്ടമുണ്ട്. ഇവിടുത്തെ പേര് കേട്ട ഏതോ നായർ തറവാട്ടുകാരുടെയാണ്. അവിടെ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന തരം സസ്യങ്ങൾ ലഭിക്കും. അനന്തൻ എന്നോടൊപ്പം വരുന്നു. ഒരുമിച്ച് പോവാണെങ്കിൽ ഇവിടത്തേക്ക് വേണ്ടതെല്ലാം സ്വയം നോക്കിയെടുക്കാലോ, ജഗൻ പറഞ്ഞു. ഏത് തോട്ടത്തെ പറ്റിയാ ജഗൻ പറയുന്നത്? മൃതസഞ്ജീവി.
അങ്ങനെയാണ് അതിന്റെ പേര്. ജഗൻ പറഞ്ഞു. മൃതസഞ്ജീവനി ഗാർഡൻസ്. ആ പേര് അനന്തൻ വീണ്ടും ഉരുവിട്ടു. അവന് ഓർമ്മ വന്നു, ഈ നാട്ടിലെ ഏറ്റവും വലിയ മരുന്ന് തോട്ടമാണ്. തന്റെ തറവാട്ടിലുള്ളവർ പോലും പലപ്പോഴും അവിടം സന്ദർശിക്കാറുണ്ട്. അനന്തൻ ഓർത്തു. ജഗൻ അവിടെ മുൻപ് പോയിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം അവിടെ അങ്ങനെ സാധാരണക്കാരെ പ്രവേശിപ്പിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. അനന്തൻ ചോദിച്ചു. ഇല്ല അനന്ത, ഇപ്പൊ അവിടുത്തെ ഇൻചാർജ് മാലിനി മാഡത്തിന്. അവര് സാധാരണക്കാർക്ക് ആർക്കും അവിടെ പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അവര് നല്ലൊരു സ്ത്രീയാണ്. ഇപ്പോ പാവപ്പെട്ടവരും പണക്കാരും ഒരുപോലെ ചെന്ന് ചെടികളും തൈകളും വിത്തുകളും ഒക്കെ വാങ്ങുന്നുണ്ട്. ജഗൻ പറഞ്ഞു. അനന്തൻ ആലോചിച്ചു. ആശുപത്രി ഏറ്റെടുത്ത ശേഷം ഇവിടെ ജോലിക്കാരും മരുന്നുകളും എല്ലാം കുറവാണ്. മാത്രമല്ല ഔഷധത്തോട്ടവും കത്തി നശിച്ചു. അതിനാൽ ഇനിയും വച്ചു താമസിക്കുന്നത് ഇവിടുത്തെ നടത്തിപ്പിന് തടസ്സമാകും. ജഗൻ പറഞ്ഞത് നല്ലൊരു ഉപായമാണ്. അവനോടൊപ്പം പോയി ഔഷധ സസ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം, അനന്തൻ കരുതി. അനന്തൻ അധികം വൈകാതെ അകത്തു ചെന്ന് സ്റ്റാഫുകളിൽ ചിലരെ വിളിച്ച് ചില ജോലികൾ ഏൽപ്പിച്ച ശേഷം ജഗനോടൊപ്പം ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയുള്ള ഗാർഡൻ എന്നാണ് ജഗൻ പറഞ്ഞത്. പക്ഷേ തങ്ങൾ ഒത്തിരി ദൂരം പിന്നിട്ടിരിക്കുന്നുവെന്ന് അനന്തൻ മനസ്സിലാക്കി. കേരള തമിഴ്നാട് ബോർഡറോളം അവർ സഞ്ചരിച്ചു. ജഗന്റെ കാർ ഒരു ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്യുമ്പോൾ അനന്തൻ ആ ബോർഡ് വായിച്ചു. മൃതസഞ്ജീവനി ഗാർഡൻസ്. ജഗൻ യഥാർത്ഥത്തിൽ അനന്തന്റെ മിത്രമോ അതോ ശത്രുവോ? കാത്തിരുന്നറിയാം. അധ്യായം 24. ജഗന്റെ ഒപ്പം ഔഷധ സസ്യങ്ങൾ വാങ്ങാനായി അനന്തൻ മൃതസഞ്ജീവനി ഗാർഡനിലെത്തി. മൃതസഞ്ജീവനിയുടെ ഗേറ്റ് വളരെ പഴകിയതാണെങ്കിലും ഇന്നും കേടുപറ്റാതെ തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നുണ്ട്. ഗേറ്റിന്റെ ഇരുവശങ്ങളിലും വെള്ള നിറത്തിലുള്ള മതിൽക്കെട്ടുകളും നല്ല ഉയരത്തിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. മുതിർന്നവർക്ക് 4000, കുട്ടികൾക്ക് 3500. അതാണ് ടിക്കറ്റിന്റെ റേറ്റ്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അവരെ അറിയിച്ചു. മൃതസഞ്ജീവനി ഗാർഡൻ ഇപ്പോ വെറും അമ്യൂസ്മെന്റ് പാർക്കായി മാറിയോ? അനന്തൻ ചോദിച്ചു. അനന്തന്റെ നോട്ടം ഒരു സിംഹത്തിന്റെ പ്രതിമയിലേക്ക് നീണ്ടു. അതിന്റെ ചുവന്ന വായ്ക്കുള്ളിൽ ഒരു പച്ച നിറത്തിലുള്ള തളിക സ്ഥാപിച്ചിട്ടുണ്ട്. അനന്തന് വളരെ വിചിത്രമായി തോന്നി. അനന്തന്റെ നോട്ടം കണ്ട ജഗൻ ചിരിയോടെ പറഞ്ഞു. അനന്ത, ഇങ്ങനെ ആ പ്രതിമയിലേക്ക് നോക്കി കണ്ണുരുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗാർഡൻ ഉണ്ടാക്കിയതും ഈ സിംഹത്തിന്റെ പ്രതിമ ചെയ്തതുമെല്ലാം ഗോവിന്ദൻ നായർ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ്. അയാളുടെ എല്ലാ ശില്പങ്ങളിലും അയാളുടെ എന്തെങ്കിലുമൊക്കെ ഭ്രാന്ത് കാണാൻ കഴിയും, ജഗൻ പറഞ്ഞു. അല്ല ജഗൻ, ഇതങ്ങനെ വെറും ഒരു ഭ്രാന്തൻ കലാസൃഷ്ടിയല്ല. ഈ സിംഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് കാണിക്ക നൽകി അകത്തേക്ക് കയറുന്ന ഏതൊരാൾക്കും തുണയായി ഈ സിംഹം കൂടെ നടക്കുമെന്നാണ് വിശ്വാസം. കാട്ടിലെ വന്യമൃഗങ്ങളിൽ നിന്നെല്ലാം ഈ സിംഹം അവരെ രക്ഷിക്കും. അനന്തൻ പറഞ്ഞത് കേട്ട് ജഗൻ അത്ഭുതപ്പെട്ടു. ഈ സിംഹത്തിന്റെ രൂപത്തിന് പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടാകുമെന്ന് അവൻ തീരെ കരുതിയില്ല. ഇത് ഇത്രയും വലിയൊരു സംഭവമായിരുന്നു, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ജഗൻ അത് ഗൗരവത്തോടെയാണ് പറഞ്ഞതെങ്കിലും അനന്തന് ചിരിയാണ് വന്നത്. ജഗന്റെ നിഷ്കളങ്കമായ സംസാരമാണ് അതിന് കാരണം. അനന്തൻ ചിരി നിർത്തി ജഗനോട് ചോദിച്ചു. അതിരിക്കട്ടെ, തന്റെ കയ്യിൽ നാണയം വല്ലതുണ്ടാവോ? സിംഹത്തിന് കാണിക്ക വയ്ക്കാനാണ് അനന്തൻ നാണയം ആവശ്യപ്പെട്ടതെന്ന് ജഗന് മനസ്സിലായി. അനന്തന്റെ ചോദ്യം കേട്ട ജഗൻ തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ചെമ്പ് നാണയം എടുത്തു. അതിൽ ജഗന്റെ സംഘം തങ്ങളുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇത് മതിയാവോ? ജഗൻ ചോദിച്ചു. അനന്തന് ആ നാണയം കണ്ടപ്പോൾ തന്നെ അവ എത്രമാത്രം വില പിടിച്ചതാണെന്ന് മനസ്സിലായി. ഇത് മതിയോ? അനന്തൻ മറുപടി പറഞ്ഞു. അനന്തൻ ആ നാണയങ്ങൾ വാങ്ങി സിംഹത്തിന്റെ വായിൽ വെച്ച തളികയിലേക്ക് ഇട്ടുകൊടുത്തു. ചെമ്പ് നാണയങ്ങൾ തളികയിൽ വന്ന് വീഴുന്ന കിലുക്കം അവിടെ ആകെ പ്രതിധ്വനിച്ചു. ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ കരുതിയത് കാണിക്ക് ഇട്ട ഉടനെ ഈ സിംഹം ജീവൻ വെച്ച് നമ്മളോടൊപ്പം നടക്കാൻ വരുമെന്ന, ജഗൻ പറഞ്ഞു. ജഗന്റെ സംസാരത്തിൽ നിന്നും അവനെ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു അനന്തൻ. ഇനിയും ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞുകൊടുത്ത് ജഗനെ വട്ടുപിടിപ്പിക്കണ്ട എന്ന് അനന്തൻ കരുതി. അത് വെറും കഥയല്ലടോ, ഇത് വെറും ഒരു പ്രതിമ. ഇതിന്റെ പാത്രത്തിൽ കാണിക്കയിടുന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടെന്നറിയാം, അതുകൊണ്ട് ഞാനും ഇട്ടുന്നേ ഉള്ളൂ, അനന്തൻ പറഞ്ഞു.
അകത്തു നിന്നും ഒരു വൃദ്ധൻ അവരുടെ സംസാരം കേട്ടുകൊണ്ട് ഇറങ്ങി വന്നു. നിങ്ങൾക്ക് ഇവിടത്തെ ആചാരങ്ങളെ പറ്റിയൊക്കെ അറിവുണ്ടായിരുന്നോ? അത് നന്നായി. ഈ കഥകൾ പറഞ്ഞു തന്ന ശേഷം നിങ്ങളോട് കാണിക്ക ഇട്ടിട്ട് അകത്തേക്ക് കയറാൻ പറയാൻ വേണ്ടിയാ ഞാൻ പുറത്തേക്ക് വന്നത്, അയാൾ പറഞ്ഞു. അനന്തൻ ആ മനുഷ്യനെ അടിമുടിയൊന്നും നോക്കി. ഔഷധ സസ്യങ്ങളുടെ വേറിട്ട ഒരു ഗന്ധം അയാളുടെ ശരീരത്തിൽ നിന്നും വരുന്നുണ്ട്. കാലാകാലങ്ങളായി ഈ തോട്ടം പരിപാലിക്കുന്നത് ഈ വ്യക്തിയാണെന്ന് വിളിച്ചു പറയുന്ന തരത്തിലായിരുന്നു അയാളുടെ ഗന്ധം. നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. വിധിയാണ് നിങ്ങളെ ഈ ദിവസം ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അകത്തേക്ക് വന്ന് പൂന്തോട്ടമൊക്കെ ചുറ്റി നടന്ന് കാണും. അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അയാൾ നീട്ടിയ ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങി നോക്കിയ ജഗൻ അതിശയത്തോടെ പറഞ്ഞു, ഇത് അകത്തെ പൂന്തോപ്പിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡാണല്ലോ. ഞാൻ ഇവിടെ മുമ്പ് 6 or 7 തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അകത്തെ പൂന്തോട്ടം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അനന്ത, താൻ ഇത്രയും ഭാഗ്യമുള്ള വ്യക്തിയാണോ? ജഗന് അനന്തനോടുള്ള സമീപനം മാറി വരികയാണ്. ആദ്യമൊക്കെ തന്റെ ജീവൻ രക്ഷിച്ചതിലുള്ള നന്ദി മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്തറിയും തോറും ജഗൻ അനന്തന്റെ വ്യക്തിത്വത്തിൽ കൂടുതൽ ആകർഷിക്കപ്പെടുകയാണ്. അവന്റെ ജ്ഞാനം, സ്വഭാവം, സാമർഥ്യം എല്ലാം ജഗനെ സ്വാധീനിക്കുന്നുണ്ട്. അനന്തനെ ബഹുമാനിക്കുന്നതിനൊപ്പം ഒരു ചെറിയ സൗഹൃദം കൂടി അവർ തമ്മിൽ ഉടലെടുക്കുകയായിരുന്നു. പുറത്തെ പൂന്തോപ്പിൽ അതിമനോഹരമായ പൂക്കളും ചെടികളുമാണുള്ളത്. പക്ഷേ അകത്തെ പൂന്തോപ്പ്, അതിന്റെ ഭംഗി സ്വയം കണ്ടറിയേണ്ടത് തന്നെയാ, ആ വൃദ്ധൻ പറഞ്ഞു. അനന്തൻ അയാൾക്ക് നന്ദി പറഞ്ഞ് ഒരു നിമിഷം പോലും പാഴാക്കാതെ അകത്തേക്ക് കയറി. അവർ നടക്കുന്ന വഴിക്ക് ഇരുവശങ്ങളിലും വലിയ മുളങ്കാടുകൾ തിങ്ങി ഞെരുങ്ങി വളരുന്നുണ്ട്. മുള കൊണ്ട് പന്തലിട്ട് ഇരുവശങ്ങളിലും വേലി തീർത്തിരിക്കുന്നത് പോലെ അനന്തന് തോന്നി. അതിന് സമീപമുള്ള പുല്ല് വിരിച്ച മൈതാനത്തിൽ കുറച്ച് കോളേജ് പിള്ളേരിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി മാത്രം വന്നതാണ് എന്ന് അനന്തന് മനസ്സിലായി. അനന്തനും ജഗനും അല്പനേരം കാഴ്ചകൾ കണ്ട് നടന്ന ശേഷം കുറച്ച് ഔഷധ ചെടികളുടെ തൈകൾ വാങ്ങിക്കരുതി. അനന്തൻ പുറത്തെ ഗാർഡൻ മുഴുവൻ ചുറ്റി നടന്നു കണ്ടു. ആ വൃദ്ധൻ പറഞ്ഞതുപോലെ നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ അവിടെ ഉണ്ടെങ്കിലും വിശേഷപ്പെട്ടതൊന്നും അവിടെ കാണാൻ അവന് കഴിഞ്ഞില്ല. നമുക്ക് വേഗം അകത്തേക്ക് പോവാം. ഇവിടെ അധികമൊന്നും കാണാനില്ലെന്നാ എനിക്ക് തോന്നുന്നത്, അനന്തൻ ജഗനോട് പറഞ്ഞു. ഞാനത് പറയാൻ വരികയായിരുന്നു. ഇവിടെ ഒക്കെ ഞാൻ പലതവണ കണ്ടു മടുത്തതാ. പക്ഷെ അകത്തെ കാഴ്ചകൾ എനിക്ക് ഇത്രയും കാലമായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ ഇൻവിറ്റേഷൻ വരെ കിട്ടിയ നിലയ്ക്ക് എന്തായാലും എനിക്ക് അകത്തെ തോട്ടം ഒന്ന് കാണണം, ജഗൻ പറഞ്ഞു. അവർ അകത്തെ പൂന്തോപ്പിന്റെ കവാടത്തിന് മുന്നിലെത്തി. ഇയാൾ ഇവിടെ എത്തിയോ? ഒരു പതിഞ്ഞ ശബ്ദം കേട്ട് ആരാണത് പറഞ്ഞതെന്ന് ചുറ്റിനും നോക്കുമ്പോൾ അനന്തൻ കണ്ടത് ഒരു മുട്ടോളം ഇറക്കമുള്ള പാവാട ധരിച്ച് അവിടുത്തെ ജോലിക്കാർ വയ്ക്കുന്ന ഒരു തൊപ്പിയും ചൂടി നിൽക്കുന്ന പെൺകുട്ടിയെയാണ്. മറ്റാരുമല്ല അത് വർഷയായിരുന്നു. ഇവൾ ഇവിടെയും എത്തിയോ? നാശം. അനന്തനും വർഷയുടെ അതേ ആത്മകഥം തന്നെയാണ് പറഞ്ഞത്. വർഷയ്ക്കൊപ്പം 2 പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊരുവൾ നല്ല ഇറക്കമുള്ള ഒരു പാവാടയായിരുന്നു ധരിച്ചിരുന്നത്. അവളുടെ കൂട്ടുകാരികൾ അവളോട് ചോദിച്ചു, എന്താ വർഷ, നിനക്ക് ഇയാൾ അറിയോ? എന്താ നീ വല്ലാതിരിക്കുന്നത്? ഏയ് മിസ്റ്റർ, നിങ്ങൾ ആരോട് പെർമിഷൻ വാങ്ങിച്ചിട്ടാ ഇവിടേക്ക് കയറിയത്? ഇവിടെ ക്ഷണിച്ചു വരുത്തിയ ധനികരായ അതിഥികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് നിങ്ങൾക്കറിയില്ലേ? അതിലൊരു പെൺകുട്ടി അനന്തനോട് ചോദിച്ചു. വർഷ ഇതെല്ലാം കേട്ട് വിളറി വെളുത്തു നിൽക്കുകയാണ്. അനന്തന് ദേഷ്യം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൾക്കിപ്പോൾ നന്നായിട്ടറിയാം. അന്ന് അവൾ ആ ബാറിൽ നിന്നും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ രാത്രി ഓടി രക്ഷപ്പെട്ടത്. നാഗേന്ദ്രൻ സാറിന് അനന്തനോടുള്ള സ്നേഹവും ബഹുമാനവും കണ്ടപ്പോൾ അവൾക്ക് അനന്തന്റെ പിടിപാടിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അതും അവളെ ഭയപ്പെടുത്തി. ദൂരെ എവിടെയെങ്കിലും ചെന്ന് അനന്തന്റെ കണ്ണിൽപ്പെടാതെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാമെന്ന് കരുതിയാണ് അവൾ ഇവിടേക്ക് വന്നത്. എന്താണ് സുന്ദരി കുട്ടികളെ, രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ. ഞങ്ങൾക്കറിയാം ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ മാത്രമേ പ്രവേശിപ്പിക്കൂ എന്ന്. ഞങ്ങൾ കണ്ട അതിഥികളായിട്ട് തോന്നുന്നില്ലേ? ജഗൻ മുടിയൊക്കെ സ്റ്റൈലായി കുടഞ്ഞുകൊണ്ട് അവരോട് കളിയായി പറഞ്ഞു. ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട, അത് വിട്. ദേ ഇൻവിറ്റേഷൻ, ഇത് നോക്കിയിട്ട് പറയ്, ഞങ്ങൾ നിൽക്കണോ അതോ പോണോന്ന്, ജഗൻ പറഞ്ഞു. ഇൻവിറ്റേഷൻ കാർഡ് ഒന്ന് നോക്കിയിട്ട് ആ പെൺകുട്ടി ജാള്യതയോടെ ചോദിച്ചു, ക്ഷമിക്കണം സർ, ഒരു അബദ്ധം പറ്റിയതാണ്. പക്ഷെ ഈ കാർഡ് നിങ്ങൾക്ക് എവിടെ നിന്നാ ലഭിച്ചത്?
എന്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ നീളൻ പാവാട ധരിച്ച പെൺകുട്ടിക്ക് മനസ്സിലായി അനന്തൻ ആ ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. കാവേരി, കാർഡ് കയ്യിലില്ലേ? അവരെ കയറ്റി വിട്ടേക്ക്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അവളോട് കൂടെ നിന്ന പെൺകുട്ടി പറഞ്ഞു. നീളൻ പാവാടക്കാരിയുടെ പേര് കാവേരി എന്നായിരുന്നു. അവൾക്ക് ഈ കാർഡ് എവിടെ നിന്ന് കിട്ടി എന്നറിയാനുള്ള താല്പര്യം കൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. അനന്തൻ പിന്നീട് അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അകത്തേക്ക് കയറി. എന്താ വർഷേ, എന്തു പറ്റി? നിന്റെ മുഖം വല്ലാതെ. അയാളെ കണ്ട സമയം മുതൽ നീ ആകെ വാടിയിരിക്കാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാവേരി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇയാൾ ആരാണെന്നോ? ഇയാളെ പറ്റി തന്നെയാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് ഞങ്ങളെ ആക്രമിച്ച അനന്തൻ. അവൾ പറയുന്നത് കേട്ട് കാവേരിയുടെ മുഖം വലിഞ്ഞു മുറുകി. എന്ത്? അപ്പോ അത് ഇയാളാണോ? ഇയാള് കാരണമല്ല നിനക്ക് പഴയ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത്. നിന്നെ ഇയാള് തല്ലിയില്ലേ? ഇയാള് വെറും ഒരു ക്രിമിനലാണ്. പക്ഷെ നീ പേടിക്കണ്ട. നാഗേന്ദ്ര സാറായിട്ടൊക്കെയുള്ള ബന്ധം കണ്ടിട്ടല്ലേ നീ ഇയാള് വലിയ സംഭവമാണെന്ന് പറയുന്നത്. പക്ഷെ ഒന്ന് ഓർത്തു നോക്ക്, ഇയാളുടെ അച്ഛൻ വെറും ഒരു ടാക്സി ഡ്രൈവർ അല്ലേ? എന്നിട്ടാണ് ഇത്രയും നെകളിപ്പ്. ഇന്നിവിടെ വന്നിരിക്കുന്ന ഭരതൻ സാറിനെ അറിയാലോ നിനക്ക്. പുള്ളി ഒന്ന് ഇറക്കിയാ മതി, ഇവന്റെ കാര്യം പുള്ളിക്കാരൻ തീർത്തോളും. കാവേരി ദേഷ്യത്തോടെ പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട. ഇനി നാഗേന്ദ്രൻ സാറോ ഭാർഗവ ഗ്രൂപ്പോ വിവരം അറിഞ്ഞു കഴിഞ്ഞാ എനിക്ക് വയ്യ പുതിയ പൊല്ലാപ്പിന്. ഇനി ഒരിക്കൽ കൂടി അയാൾക്ക് എതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത അനന്തൻ എന്നെ കൊല്ലൂന്ന് ഉറപ്പാ. ഒരു കണക്കിന് കഴിഞ്ഞ തവണ അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഇനി ഒരു പ്രതികാരവും വേണ്ട. കഴിഞ്ഞതല്ല എന്റെ വിധിയാണെന്ന് ഓർത്ത് മറന്നു കളയാം. വർഷ പറയുന്നത് കേട്ട് കാവേരിക്ക് ശരിക്കും ദേഷ്യം വന്നു. നീ എപ്പോ മുതലാ ഇങ്ങനെ സർവം സഹായി മാറിയത്? ഞാൻ അറിയുന്ന വർഷ ഇങ്ങനെയൊന്നുമല്ല. വളരെ ബോൾഡ് ആൻഡ് സ്മാർട്ടായിരുന്നു. ആ, നീ ഇപ്പൊ ഇങ്ങനെ ഭയക്കുന്നുണ്ടെങ്കിൽ അതീന്ന് ഊഹിക്കാം അയാൾ നിന്നെ എത്രത്തോളം ഭയപ്പെടുത്തിയിരിക്കുമെന്ന്. എനിക്കിതൊന്നും കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നീ കണ്ടോ എന്താ ഇനി നടക്കാൻ പോകുന്നെന്ന്. അത്രയും പറഞ്ഞ് തന്റെ കയ്യിലെ പിടി പിടിപ്പിച്ചുകൊണ്ട് പോകുന്നവളെ നോക്കി വർഷ ഭയത്തോടെ നിന്നു. കാവേരി എന്തായിരിക്കും മനസ്സിൽ കണ്ടിരിക്കുക? ആരായിരിക്കും ഈ ഭരതൻ സാർ? അധ്യായം 25. ജഗനോടൊപ്പം ഔഷധ സസ്യങ്ങൾ വാങ്ങാനായി മൃതസഞ്ജീവനി ഗാർഡൻസിലെത്തിയ അനന്തൻ അവിടെ വെച്ച് വർഷയെ കണ്ടു. വർഷയും ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടികളും അനന്തനെ അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു. എങ്കിലും ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചപ്പോൾ അവരുടെ വായ അടഞ്ഞു. വർഷയിൽ നിന്നും അനന്തനെ പറ്റി അറിഞ്ഞ കാവേരി അവനെതിരെ താൻ ഉറപ്പായും എന്തെങ്കിലും ചെയ്യുമെന്ന് വർഷയോട് പറഞ്ഞു. ഈ സമയം അകത്തെ പൂന്തോപ്പിലേക്ക് കടന്ന അനന്തൻ അവിടെ മുഴുവൻ ആസ്വദിച്ചു കാണുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അവിടെ. മഴവില്ല് സ്വയം അലിഞ്ഞു ചേർന്ന് നിറം നൽകിയതുപോലെ ഓരോ പൂക്കളും അത്രയേറെ ഭംഗിയുള്ളതായിരുന്നു. അനന്തൻ ചുറ്റും നോക്കി. പുറത്തെ പൂന്തോപ്പിലെ പോലെ അത്ര തിരക്ക് കാണുന്നില്ല ഇവിടെ. വെറുതെ സ്ഥലം കാണാൻ വന്ന കോളേജ് കുട്ടികൾ ഒരാൾ പോലും ഇവിടെയില്ല. ഇവിടം തികച്ചും ശാന്തമാണ്. അങ്ങിങ്ങായി ചില മനുഷ്യർ മാത്രം. അനന്തന് അവിടെയുള്ള വില പിടിച്ച ഔഷധ സസ്യങ്ങളിൽ ഓരോന്നിന്റെയും മണം വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ജഗൻ, ഇത് കണ്ടോ? ആയുർവേദത്തില് ഒട്ടുമിക്ക മരുന്നുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ചെടിയാണിത്. ഇപ്പോ ഇത് പൂക്കുന്ന സീസൺ ആണെന്ന് തോന്നുന്നു. അനന്തൻ അവയുടെ ഗന്ധം മൂക്കിലേക്ക് ആഞ്ഞു വലിച്ചുകൊണ്ട് ജഗനോട് പറഞ്ഞു. ജഗൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ വെറുതെ പൂക്കളുടെ ഭംഗി ആവോളം ആസ്വദിച്ച് നടക്കുകയാണ്. എന്തോ പൂക്കുന്നതിനൊക്കെ പ്രത്യേക സീസൺ ഉണ്ട്. എപ്പോ വേണമെങ്കിലും പൂക്കാൻ പറ്റില്ല ഇതിനൊന്നും. ആ, ചിലപ്പോ ഉണ്ടാവുമല്ലേ. ഈ മാങ്ങയൊക്കെ പഴുക്കുന്നത് ഒരു പ്രത്യേക സീസണിലാണല്ലോ. അപ്പൊ പൂക്കുന്നതിനും സീസൺ ഉണ്ടാവും. ജഗന്റെ മറുപടി കേട്ട് അനന്തന് മതിയായി. അവൻ പിന്നീട് ജഗനോട് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പോയില്ല. അനന്തൻ ഒരു പുഞ്ചിരിയോടെ ഓരോ ചെടികളും നിരീക്ഷിച്ച് മുന്നോട്ട് നടന്നു. അതിനിടെ അവൻ നോക്കി നടന്നവയിൽ ഒരു ചെടി കണ്ണിൽപ്പെട്ടു. വസൂരിക്കലകൾ മാറാൻ വളരെ നല്ലൊരു മരുന്നാണ് ആ ചെടിയുടെ നീര്. അനന്തൻ അതിലേക്കൊന്ന് കൈ നീട്ടിയതും, ഒന്ന് നിന്നേ. അനന്തൻ എന്നല്ല പേര്? ഒരു പരുക്കൻ ശബ്ദം കേട്ട് അനന്തൻ തിരിഞ്ഞു നോക്കി. ഒരു മധ്യവയസ്കൻ അനന്തന് തൊട്ട് പിന്നിൽ നിൽക്കുന്നുണ്ട്. കുറച്ചു മാറി വർഷയും കാവേരിയും നിൽക്കുന്നുണ്ട്.
അനന്തന് അവരുടെ നിൽപ്പും മട്ടും കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. എന്നിരുന്നാലും അനന്തൻ ദേഷ്യം ഒന്നും കാണിക്കാതെ അയാളോട് ചോദിച്ചു, അതെ, ഞാനാണ് അനന്തൻ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്താന്ന് നീ ഉടനെ തന്നെ അറിഞ്ഞോളും മോനെ. അയാൾ പരിഹാസവും ഭീഷണിയും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ എന്താണാവോ ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാക്കൂ. അനന്തന്റെ ശബ്ദം അധികം ഉച്ചത്തിലല്ലായിരുന്നുവെങ്കിലും അവിടെ നിന്നവരുടെ ശ്രദ്ധ അനന്തനിൽ വന്നു വീണു. അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് ചുറ്റുമുള്ളവർക്ക് പ്രതീതമായി. ആ മധ്യവയസ്കൻ തന്റെ ID കാർഡ് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ പേര് ഭരതൻ. ഇവിടെ അകത്തെ പൂന്തോപ്പിന്റെ ഇൻചാർജ് ഞാനാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഒന്ന് കാണിക്കാമോ? അയാൾ ചോദിച്ചു. ഞങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ഇൻവിറ്റേഷൻ കാർഡ് ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് വേണമെങ്കിൽ കാണിക്കാം, അനന്തൻ പറഞ്ഞു. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഈ പ്രധാന പൂന്തോട്ടത്തില് അന്യർക്ക് കയറണമെങ്കിൽ അത് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പറ്റൂ. അതും എല്ലാവർക്കും തോന്നിയതുപോലെ കയറാനൊന്നും പറ്റില്ല. 50,000 രൂപ അടച്ച് പ്രീ ബുക്ക് ചെയ്യണം. പിന്നെ ഇൻവിറ്റേഷൻ കാർഡിന്റെ കാര്യം ശരിയാ, എങ്കിലും കാർഡിൽ നിങ്ങളുടെ പേരില്ലല്ലോ. അതുകൊണ്ട് അധികം സമയം കളയാതെ രണ്ടുപേരും ഇതിനകത്ത് നിന്നും ഇറങ്ങിക്കോളൂ, അയാൾ പറഞ്ഞു. ഭരതന്റെ പിന്നിൽ നിന്ന കാവേരിയുടെ മുഖം തെളിഞ്ഞു. അനന്തനെയും ജഗനെയും അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് അവൾക്ക് ഉറപ്പായി. എന്നാൽ അടുത്തു നിൽക്കുന്ന വർഷയുടെ മുഖത്ത് ഒരു തരത്തിലുമുള്ള ഭാവഭേദങ്ങൾ പ്രകടമായിരുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അനന്തൻ അപമാനിക്കപ്പെടുന്നത് കണ്ട് അവൾക്ക് സന്തോഷം തോന്നുന്നുണ്ട്. അനന്തൻ അപ്പോഴും ശാന്തമായി നിൽക്കുകയാണ് എങ്കിലും ജഗന് ദേഷ്യമടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ട് ഗുണമില്ല എന്നാണെങ്കിലേ ആ കിളവൻ എന്തിനാ ഞങ്ങൾ ഇത് ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് ക്ഷണിച്ചത്? അത് മാത്രമല്ല, നിങ്ങളുടെ സ്റ്റാഫ് ഈ കാർഡ് കണ്ടിട്ട് തന്നെയാണല്ലോ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ അനുവാദം നൽകിയതും. എന്നിട്ട് ഇപ്പൊ വന്ന മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുന്നു, ജഗൻ ചോദിച്ചു. നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. ഈ കാർഡ് നിങ്ങൾക്ക് ആരാണ് തന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ മാലിനി മാഡം ചാർജ് എടുത്തതിന് ശേഷം മാഡം അപ്രൂവ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഇൻവിറ്റേഷൻ കാർഡ് ലഭിക്കാറുള്ളൂ. കാർഡ് നൽകാനുള്ള അധികാരവും മാഡത്തിന് മാത്രമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കാര്യം മനസ്സിലാക്കി ഒന്നുകിൽ പോയി ടിക്കറ്റ് എടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും വേഗം പോണം, ഭരതൻ തറപ്പിച്ചു പറഞ്ഞു. അനന്തൻ അല്പം ദേഷ്യം വന്നുവെങ്കിലും അതടക്കി അവൻ ചോദിച്ചു, ശരി, ടിക്കറ്റ് എത്ര രൂപയാണെന്ന് പറഞ്ഞത്? 50,000. എന്തേ, കാശടയ്ക്കുന്നുണ്ടോ? ടിക്കറ്റ് എടുക്കാനാണെങ്കിലും പോകാനാണെങ്കിലും വേഗം വേണം, സമയം പാഴാക്കരുത്. ഭരതൻ പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത്. കാരണം കാവേരി പറഞ്ഞതനുസരിച്ച് അനന്തൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണെന്നായിരുന്നു ഭരതന്റെ ധാരണ. അതിനാൽ തന്നെ 1,00,000 രൂപയ്ക്ക് 2 ടിക്കറ്റ് എടുത്ത് പൂന്തോട്ടം കാണുന്നതിനെ പറ്റി അവൻ ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. എന്തേ, പേയ്മെന്റ് ക്യാഷ് ആയാണോ കാർഡായാണോ? ഭരതൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനന്തനെ അപമാനിക്കാൻ വേണ്ടി ചോദിച്ചു. അനന്തൻ ഒട്ടും സമയം പാഴാക്കാതെ തന്റെ കാർഡ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടുമ്പോൾ ഭരതൻ ഒന്ന് സംശയിച്ചു. ഈ ചെക്കൻ ശരിക്കും 1,00,000 രൂപ അടയ്ക്കാൻ പോവാണോ? കാവേരി, വേഗം പോയി കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ കൊണ്ടുവരൂ. ഭരതൻ പറഞ്ഞു തീർന്നതും കാവേരി വേഗം പോയി മെഷീൻ കൊണ്ടുവന്നു. ഭരതൻ കരുതിയത് ആ കാർഡിൽ ബാലൻസ് കുറവായിരിക്കും, അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വൈപ്പ് ചെയ്താൽ അനന്തനെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാമല്ലോ എന്നാണ്. കാവേരി കാർഡ് സ്വൈപ്പ് ചെയ്തതും അനന്തൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. നിമിഷങ്ങൾക്കകം 1,00,000 രൂപ പേ ചെയ്യപ്പെട്ടു. ഭരതൻ ആകെ തറഞ്ഞു നിന്നു. ഇനി അയാൾക്ക് അനന്തനെതിരെ ഒന്ന് ശബ്ദം ഉയർത്താൻ പോലുമുള്ള വകുപ്പ് അവശേഷിക്കുന്നില്ല. അനന്തൻ 1,00,000 രൂപ അടച്ച് ടിക്കറ്റ് എടുക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അനന്തൻ കാവേരിയുടെ കയ്യിൽ നിന്നും തന്റെ കാർഡ് പിടിച്ചു വാങ്ങി. എല്ലാം ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അനന്തൻ അല്പം കടിപ്പിച്ച് തന്നെ ചോദിച്ചു. ഒന്ന് നിന്നേ, ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് പരിശോധിക്കണം. ഞങ്ങൾക്കും സെക്യൂരിറ്റി ഉറപ്പുവരുത്തണ്ടേ? വേഗം ഷർട്ടൊക്കെ അഴുകി, ഭരതൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് സത്യത്തിൽ പ്രശ്നം? ഈ നിൽക്കുന്നവൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെടുന്നത്? അനന്തൻ വർഷയെ ചൂണ്ടി ചോദിച്ചു. ആർക്കെങ്കിലും വേണ്ടി പരിചയമില്ലാത്തവരോട് പ്രതികാരം ചെയ്യാൻ മാത്രം നിലവാരമില്ലാത്തവനല്ല ഞാൻ. ഇന്ന് ഇവിടെ വലിയൊരു പുഷ്പമേള നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ചില മത്സരങ്ങളും അതിനു വേണ്ടിയുള്ള വില പിടിച്ച സമ്മാനങ്ങളും ഇന്നേ ദിവസം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പണക്കാരും സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരൊക്കെ ഇന്നിവിടെ എത്തിച്ചേരും.
അപ്പോ അവരുടെ സുരക്ഷയും എന്റെ ചുമതലയാണ്. ആർക്കറിയാം ഇവിടെ നിന്നും എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോകാനാണോ നിങ്ങൾ വന്നതെന്ന്. എനിക്ക് നിങ്ങളെ ഒരു മുൻപരിചയവും ഇല്ല, വിശ്വാസവും ഇല്ല. അതിനാൽ തന്നെ എനിക്ക് നിങ്ങളെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കൂ. ഭരതൻ പറഞ്ഞു. ജഗന് ക്ഷമ നശിച്ചു കഴിഞ്ഞു. അവൻ ഭരതന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചു. എന്താണോ താൻ കരുതിയേ? തന്റെ നെകളിപ്പ് മുഴുവനും സഹിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്നതാണോ? തനിക്കെന്നെ അറിയില്ല, ചാവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ജഗൻ വീറോടെ പറഞ്ഞു. എന്താ അവിടെ? ആരാ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അയാളെ വിട്. ഒരു സ്ത്രീ ശബ്ദം കേട്ട് അവരെല്ലാവരും തിരിഞ്ഞു നോക്കി. അനന്തൻ കാണുന്നത് ഒരു കൂട്ടം ആളുകളെയാണ്. മുന്നിൽ ഒരു സ്ത്രീയുണ്ട്. എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് പോയി. മാലിനി മാഡം, നിനക്കൊക്കെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. ഷർട്ടിന്ന് കൈയെടുക്കട. ഭരതൻ ജഗന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. എന്താ കാര്യം? എന്തിനാ ഇന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനൊരു സീനുണ്ടാക്കിയേ? മാലിനി ഭരതനോട് ചോദിച്ചു. അത് പിന്നെ മാഡം, ഇവന്മാര് രണ്ടുപേരും എങ്ങനെയോ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഒപ്പിച്ച് അകത്തേക്ക് കയറി. ആകെ ഒരു വശപ്പശക്ക് തോന്നി സംസാരിച്ചതാ. ഇവരുടെ കയ്യിൽ ഞാൻ കണ്ട കാർഡ് നമ്മൾ വേറെ ആർക്കോ നൽകിയതാണെന്ന് തോന്നുന്നു. ഒടുവിൽ അവര് വേറൊരു ടിക്കറ്റ് എടുത്തു. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ ഇവരെ ചെക്ക് ചെയ്യണമെന്ന് പറയായിരുന്നു. അതിന് അവരെന്നെ കൊല്ലാൻ തയ്യാറായി നിൽക്കുമ്പോഴാ മാഡം ഇങ്ങോട്ടേക്ക് വന്നേ. ഭരതൻ പറഞ്ഞു. നിർത്തു എന്റെ പ്രഹസനം. എന്ത് തോന്നിയാസം വേണമെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കാന്നാണ് കരുതിയിരിക്കുന്നത്. ഇവിടത്തെ തന്നെ ജോലിക്കാരിൽ ഒരാളാണ് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ തന്നത്. അതും പോരാഞ്ഞിട്ട് 1 ലക്ഷം രൂപ ഫീസ് അടച്ച് ടിക്കറ്റും എടുത്തു. എന്നിട്ട് ഇയാളുടെ ചൊറിച്ചിൽ തീർന്നിട്ടില്ല. ഇവിടെ വേറെയും കുറെ പേര് നിൽക്കുന്നുണ്ടല്ലോ. അവരെ ഒന്നും ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ല. എന്താ ഇയാൾക്ക് ഞങ്ങളെ മാത്രം തുണി അഴിച്ച് കണ്ടാൽ മതിയോ? മനസ്സിൽ വൈരാഗ്യം വെച്ച് അപമാനിക്കാൻ ഓരോ കാരണം ഉണ്ടാക്കുക. ഇങ്ങനെയാണോ നിങ്ങളുടെ ഈ പേര് കേട്ട മൃതസഞ്ജീവനി ഗാർഡനിൽ അതിഥികളെ സ്വീകരിക്കുന്നത്? ജഗൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട മാലിനിയുടെ മുഖത്തെ ഭാവം മാറി. സിംഹത്തിന് കാണിക്ക നൽകുക എന്നത് ഇപ്പോൾ അവിടെ വരുന്നവരാരും ചെയ്യാത്തൊരു കാര്യമാണ്. അത് അനന്തൻ ചെയ്യുന്നത് കണ്ടതിലുള്ള സന്തോഷം കാരണമാണ് ആ വൃദ്ധൻ തന്റെ കയ്യിലിരുന്ന ഇൻവിറ്റേഷൻ കാർഡ് അനന്തന് നൽകിയത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും ഇവിടെ നടക്കുന്ന പ്രശ്നം അത്യാവശ്യം സങ്കീർണമാണെന്ന് മാലിനിക്ക് മനസ്സിലായി. സംശയിച്ചു നിൽക്കുന്ന മാലിനിക്കടുത്തേക്ക് വന്ന് വർഷ പറഞ്ഞു. മാലിനി മാഡം, എനിക്ക് അയാളെ അറിയാം. ഇയാളാണ് കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയതും കുറെ പേരെ ആക്രമിച്ചതും. അവിടെ ഒത്തിരി വലിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ മിക്കവർക്കും പരിക്ക് പറ്റി. ഇവിടെയും ഒത്തിരി അതിഥികൾ വന്നിട്ടുണ്ട്. മിസ്റ്റർ ഭാർഗവനെ പോലെയുള്ള അതിഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഭരതൻ സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്. വർഷ പറഞ്ഞു. വർഷ പറഞ്ഞത് കേട്ട് മാലിനി തന്റെ തൊട്ട് പിറകിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. മാലിനിയുടെ ഒപ്പം വേറെയും ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അനന്തൻ അപ്പോഴാണ് അവരുടെ ഇടയിൽ നിന്ന് അവളെ ശ്രദ്ധിക്കുന്നത്. പല്ലവി ഭാർഗവൻ. അറിയാതെ മന്ത്രിക്കുമ്പോൾ അനന്തന്റെ കണ്ണുകൾ വിടർന്നു. അനന്തനെ കാണുന്ന പല്ലവിയുടെ പ്രതികരണം എന്തായിരിക്കും? അവർ തമ്മിൽ ഒരു പുതിയ സൗഹൃദം ഉടലെടുക്കുമോ? അധ്യായം 26. തന്നോട് അപമര്യാദയായി പെരുമാറിയ ഭരതനോട് ജഗൻ കയർത്ത് സംസാരിക്കുന്നതിനിടെയാണ് മാലിനി മാഡം അവിടേക്ക് എത്തിയത്. മാലിനിയെ കണ്ടപാടെ ഭരതൻ അനന്തനെയും ജഗനെയും കുറ്റപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒപ്പം വർഷയും അനന്തനെ ഒരു ഗുണ്ടയായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തി. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന പല്ലവി അനന്തനെ ശ്രദ്ധിക്കുന്നത്. ഒരു ഫോൺ കോളിൽ തിരക്കിലായിരുന്ന പല്ലവി അപ്പോഴാണ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നതും അനന്തനെ കാണുന്നതും. ഉടനെ അവളുടെ മുഖം മാറി. അനന്തൻ എന്റെ സുഹൃത്താണ്. നിങ്ങൾക്ക് അനന്തന് വിശ്വാസമില്ല എന്നാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്നെയും വിശ്വാസമില്ല എന്നാണ്. സാരമില്ല, എന്നെയും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യം വന്ന ശേഷം അകത്തേക്ക് കയറ്റിയാൽ മതി. തുടങ്ങിക്കോളൂ. പല്ലവിയുടെ ദേഷ്യം കണ്ട മാലിനി വേഗം തന്നെ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പല്ലവി, എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ തന്നെ എന്റെ സ്റ്റാഫുകൾ നിങ്ങളോട് ക്ഷമ ചോദിക്കും. അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പക്ഷേ മാലിനിയുടെ വാക്കുകൾക്ക് പല്ലവിയുടെ കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചോദിച്ചു, എന്നോട് മാപ്പ് ചോദിക്കുമെന്നോ? അപ്പോഴും ശരിക്കും തെറ്റ് ആരോടാ ചെയ്തത് എന്നും എന്താണ് ചെയ്തത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വന്നിട്ടില്ല. അനന്തനോട് മോശമായി പെരുമാറിയിട്ട് എന്നോടാണോ ക്ഷമ ചോദിക്കേണ്ടത്? കഷ്ടം തന്നെ.
കുടുംബക്കാരാണെന്ന് തോന്നിയാൽ മാത്രം നൽകുന്ന ഈ ബഹുമാനം അത് യഥാർത്ഥത്തിലുള്ള ബഹുമാനമല്ല. നിങ്ങൾക്ക് മാപ്പ് ചോദിക്കണമെന്നാണെങ്കിൽ അനന്തനോട് വേണം ചോദിക്കാൻ. നിങ്ങളെ പോലെയുള്ളൊരു സ്ത്രീയിൽ നിന്ന് കുറച്ചുകൂടി പക്വത ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പല്ലവി പറഞ്ഞു. എല്ലാവരുടെയും മുഖം മ്ലാനമായി. അവരാരും ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചില്ല. പല്ലവി ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പെൺകുട്ടിയായിട്ടുകൂടി അതിൻ്റെതായ അഹങ്കാരമൊന്നും അവൾക്കില്ല. അവൾ ഒരു മുൻകോപക്കാരിയാണെന്ന് ആർക്കും അഭിപ്രായവുമില്ല. എന്നിട്ട് പോലും ഇപ്പോൾ അവൾ വളരെ അധികം ദേഷ്യത്തിലാണ്. അതും അനന്തന് വേണ്ടി. അനന്തനെ പോലെ ഒരാൾക്ക് വേണ്ടി പല്ലവി ഇത്രയും ക്ഷുഭിതയാകുന്നത് എന്തിനാണ്? അനന്തനും ജഗനും പല്ലവിയെ പോലെ ഒരാൾക്ക് അത്ര പ്രധാനമാണോ? എല്ലാവരും ഇത് തന്നെയാണ് ചിന്തിച്ചത്. ഇതൊക്കെ കേട്ടു നിന്ന മാലിനിക്ക് വല്ലാത്ത ജാള്യത തോന്നി. ചുറ്റുമുള്ളവരെല്ലാം തങ്ങളെ നോക്കുന്നത് കൂടി കണ്ട അവർ ഭരതനോട് കയർത്തു. എന്താണ് ഭരത ഇത്? ഇവിടെ വരുന്ന അതിഥികളോട് എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയത്? അതിരിക്കട്ടെ, ഇവിടെ അതിഥികളെ പരിശോധിച്ച ശേഷം മാത്രം അകത്തേക്ക് കയറ്റുന്ന ഏർപ്പാട് എപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്? എന്റെ അറിവിൽ ഇന്നലെ വരെ അങ്ങനെ ഒരു ചടങ്ങില്ലായിരുന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വെച്ചോ നിങ്ങളുടെ വീട്ടിൽ വെച്ചോ തീർക്കണം. അല്ലാതെ ഈ ഗാർഡൻ അതിനുള്ള വേദിയല്ല. മനസ്സിലായോ? മാലിനി താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. ക്ഷമിക്കണം മാഡം, എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റ് തന്നെയാ. ഇനി ഉണ്ടാവില്ല. അനന്തനും എന്നോട് ക്ഷമിക്കണം. ഭരതൻ മാലിനിയോടും അനന്തനോടും ക്ഷമ പറഞ്ഞു. എന്തിനാ ഇപ്പൊ ക്ഷമ പറയുന്നത്? ഇത്രയും നേരത്തെ പെരുമാറ്റം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അനന്തന്റെ ചോദ്യം കേട്ട ഭരതൻ ഒന്ന് പതറി. അയാൾ തീരെ പ്രതീക്ഷിച്ചില്ല അനന്തൻ വീണ്ടും കയർത്ത് സംസാരിക്കുമെന്ന്. താൻ മാപ്പ് ചോദിച്ചാൽ ഉടൻ ഈ പ്രശ്നം തീരുമെന്ന് കരുതിയാണ് ഭരതൻ അനന്തനോട് മാപ്പ് പറയാൻ മനസ്സ് കാണിച്ചത് പോലും. അനന്തനെ പോലെ ഒരു സാധാരണക്കാരനോട് ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് മാപ്പ് ചോദിക്കുന്നത് അയാൾക്ക് അത്രയേറെ അപമാനകരമാണ്. അനന്തൻ തന്നോട് ചൂടാവുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അയാൾ പരവേശത്തോടെ ചുറ്റും നോക്കി. എന്താ അനന്ത ഇത്? എന്റെ അനിയന്റെ പ്രായം നിനക്കുള്ളൂ. ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ പറഞ്ഞല്ലോ. ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും വേണ്ട. നീ പല്ലവി മാഡത്തിന്റെ സുഹൃത്താണെന്ന് ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവില്ലായിരുന്നു. എന്നോട് അല്പം ദയവ് കാണിക്കൂ. ഭരതൻ വിനയം നടിച്ച് അവനോട് ചോദിച്ചു. ഞാൻ അങ്ങനെ ദയവ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലോ? അനന്തൻ ചോദിച്ചു. പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയാണെങ്കിൽ തന്നെയും വർഷയെയും ഒരുപോലെ അത് മോശമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കാവേരി തേൻ ചാലിച്ച സ്വരത്തിൽ അനന്തനോട് ഇങ്ങനെ പറഞ്ഞു. ചേട്ടാ, ഒന്ന് ക്ഷമിച്ചേക്ക്. ഇതെല്ലാം എന്റെ തെറ്റാ. അതെ അനന്തേട്ടാ, അരുന്ധതിയെ ഓർത്തിട്ടെങ്കിലും എന്നോട് ക്ഷമിക്ക്. വർഷ അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ അനന്തൻ അവരുടെ അടുത്തേക്ക് ചെന്നു. കാവേരി അതിര് കടന്ന സ്നേഹം അഭിനയിച്ചുകൊണ്ട് അടുത്ത വാക്ക് പറയാൻ മുതിർന്നതും അനന്തൻ അവളുടെ മുഖത്തടിച്ചു. കയർക്കാൻ ചെന്ന വർഷയ്ക്കും കിട്ടി ഒരെണ്ണം. നിനക്ക് ഞാൻ അന്നേ തരേണ്ടതായിരുന്നു. അന്ന് പക്ഷെ എന്റെ കണ്ണും വെട്ടിച്ച് രക്ഷപ്പെട്ടു കളഞ്ഞു നീ. ഇത് അന്നത്തേക്കും ചേർത്താണെന്ന് കരുതിയാ മതി. കാവേരിയും വർഷയും കിട്ടിയ അടിയുടെ ആഘാതത്തിൽ മുഖം പൊത്തിപ്പിടിച്ചു നിൽപ്പാണ്. അവരെ പോലെ തന്നെ ചുറ്റുമുള്ളവരും മറ്റു സന്ദർശകരും എല്ലാം ഞെട്ടി. അനന്തൻ ഇങ്ങനെ രണ്ട് പെൺകുട്ടികളുടെ മേൽ കൈവയ്ക്കുമെന്ന് അവിടെ നിന്ന് ആരും കരുതിയില്ല. ആർക്കും ഉൾക്കൊള്ളാനും ആയില്ല. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അനന്തന്റെ ചുറ്റിനും കൂടി. അനന്തൻ ഒരു മാന്യനാണെന്ന് കരുതിയ ആളുകളെല്ലാം കവിളും പൊത്തിപ്പിടിച്ചു കരയുന്ന രണ്ട് പെൺകുട്ടികളെ കാണവേ മാറി ചിന്തിച്ചു. മാലിനിയും അതേ അവസ്ഥയിൽ തന്നെയാണ്. തന്റെ മുന്നിൽ വെച്ച് ഒരു യുവാവ് രണ്ട് പെൺകുട്ടികളെ, അതും തന്റെ സ്റ്റാഫായ പെൺകുട്ടികളുടെ മേൽ കൈവച്ചിരിക്കുന്നു. മാലിനിക്ക് അത് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തിന്റെ പേരിലായാലും ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുന്നത്, അതും പൊതുസ്ഥലത്ത് വെച്ച്, അത് തെറ്റ് തന്നെയാണ്. അതിന് ഗസ്റ്റ് ആയാലും സ്റ്റാഫ് ആയാലും. മാലിനി ചിന്തിച്ചു. എന്താ അനന്തന്റെ ഉദ്ദേശം? ഇവര് രണ്ടാളും എന്റെ മുന്നിൽ വെച്ചല്ലേ അനന്തനോട് മാപ്പ് ചോദിച്ചത്? തനിക്ക് ഇവരെ തല്ലാനുള്ള അധികാരം ആരാണ് തന്നത്? മാലിനി ചോദിച്ചു. അത് ശരിയാ, ആദ്യം ഒരാൾ അപമാനിക്കുക, അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോ ഒരു മാപ്പങ്ങ് പറയാ. അപമാനിതരായ വ്യക്തികൾ ആ മാപ്പും പോക്കറ്റിലിട്ട് അങ്ങ് പോണം. കൊള്ളാം, നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷേ എനിക്കതിൽ തീരെ താല്പര്യമില്ല. ഞാൻ മറ്റുള്ളവരുടെ മാപ്പും ക്ഷമാപണവും ഒക്കെ സ്വീകരിക്കും, പക്ഷേ അത് ആത്മാർത്ഥമാണെങ്കിൽ മാത്രം, അനന്തൻ പറഞ്ഞു. അനന്തന്റെ വിശദീകരണം കേട്ട മാലിനിക്ക് പിന്നീട് വാക്കുകളില്ലായിരുന്നു. ഭാഗികമായി അവർ അനന്തന്റെ ഭാഗത്തായിരുന്നു.
അവൻ പറയുന്നതിലും ചില ശരികളുണ്ട് എന്ന് മാലിനിക്ക് തോന്നി. പിന്നെ നിന്നോട്, നീ ഇനി എന്നെയോ അരുന്ധതിയെയോ ശല്യം ചെയ്യാനോ അപമാനിക്കാനോ ദ്രോഹിക്കാനോ മുതിർന്ന ജീവൻ പോലും ബാക്കി കാണില്ല. അനന്തൻ വർഷയുടെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. അനന്തന്റെ ഭീഷണി കേട്ട് നിന്ന ബാക്കി സന്ദർശകർക്ക് പോലും നേരിയ ഭയം തോന്നി. അനന്തൻ ഒരു ഭ്രാന്തനാണെന്ന് പോലും അവർ ചിന്തിച്ചു. കാഴ്ചയിൽ അത്രയും നിഷ്കളങ്കരെന്ന് തോന്നിപ്പിക്കുന്ന ചെറുപ്രായത്തിലുള്ള 2 പെൺകുട്ടികളെ ഉപദ്രവിച്ചാൽ ആർക്കും അങ്ങനെയല്ലേ തോന്നും. കാവേരിയും വർഷയും അനന്തന്റെ മുന്നിൽ നിൽക്കാൻ പോലും ഭയന്നിട്ട് അവിടെ നിന്നും ഓടിക്കളഞ്ഞു. ഭരതനും അവർക്കൊപ്പം അവിടെ നിന്നും മുങ്ങാൻ ശ്രമിച്ചുവെങ്കിലും കോളറിൽ ജഗന്റെ പിടി വീണതിനാൽ അതിന് സാധിച്ചില്ല. വർഷയും കാവേരിയും അവിടെ നിന്ന് പോയി എന്നുറപ്പാക്കിക്കൊണ്ട് ജഗൻ അയാളുടെ കാലിടുക്കിനിടയിൽ അവന്റെ കാൽ മുട്ട് കയറ്റി ആഞ്ഞൊരിടി കൊടുത്തു. നൈസായിട്ടങ്ങ് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും തരാതെ തന്നെ അങ്ങ് വിടാൻ പറ്റുമോ? ജഗൻ അത് പറഞ്ഞുകൊണ്ട് അയാള് നിലത്തേക്ക് വലിച്ചിട്ട് അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. വേദന കൊണ്ട് പുളഞ്ഞുള്ള അയാളുടെ നിലവിളി അവിടെ ആകെ മുഴങ്ങിക്കേട്ടു. ജഗന്റെയും അനന്തന്റെയും ചെയ്തികൾ മാലിനിക്ക് വളരെയധികം അപമാനകരമായിരുന്നു. അവരുടെ സ്ഥലത്ത് വെച്ച് അവരുടെ തന്നെ ജോലിക്കാരെ കൈവയ്ക്കുക എന്ന് പറയുമ്പോൾ അത് തനിക്ക് നേരെയുള്ള പ്രഹരമായിട്ടാണ് മാലിനിക്ക് തോന്നിയത്. എന്നാൽ അവർക്ക് അതിനെതിരെ പ്രതികരിക്കാനും കഴിയില്ലായിരുന്നു. പല്ലവിയുടെ അനിഷ്ടം സമ്പാദിക്കാൻ അവർക്ക് ചെറിയ ഭയമുള്ളതായിരുന്നു അതിന്റെ കാരണം. അത് മാത്രമല്ല, ഇവിടെ ന്യായം അനന്തന്റെ ഭാഗത്താണ് എന്ന് മാലിനിക്കും ബോധ്യമുണ്ട്. അതിനാൽ അവർ പല്ല് കടിച്ചുകൊണ്ട് ഇത്രയും മാത്രം പറഞ്ഞു. ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോവാ, ദയവ് ചെയ്ത് അതിന് തടസ്സമൊന്നും സൃഷ്ടിക്കരുത്. അതെ അനന്ത, ഇനി ഈ വിഷയം വലുതാക്കണ്ട. നിങ്ങളെ അപമാനിച്ചവർക്ക് ആവശ്യത്തിന് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി വിട്ടേക്ക്. ഇയാൾ ഇപ്പൊ തന്നെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവും. പല്ലവി പറഞ്ഞു. ശരി, ഞാനായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കി എന്ന് വേണ്ട. ഇവന്മാരെ പോലെയുള്ള തൃണങ്ങൾക്ക് ഇത്രയും ചെറിയ ഡോസൊക്കെ മതി. അനന്തൻ പറഞ്ഞു. അനന്തൻ പറയുന്നത് കേട്ട് പല്ലവിക്ക് ചിരി വന്നു. ഇതാണോ ചെറിയ ഡോസ്? അപ്പോ അനന്തന്റെ അഭിപ്രായത്തില് വലിയ ഡോസ് എന്താ? മാലയിട്ട് ചുമരിൽ തൂക്കുന്നതാവും, പല്ലവി തമാശയായി പറഞ്ഞു. പല്ലവി ചിരിച്ചു കളിച്ച് അനന്തനോട് സംസാരിക്കുമ്പോഴും മാലിനിയുടെ ശരീരം കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അനന്തൻ അവരെ ആരെയും തല്ലിയത് അവർക്ക് ഉൾക്കൊള്ളാനാവുന്നുണ്ടായിരുന്നില്ല. അത് പക്ഷേ തന്റെ ജോലിക്കാരോടുള്ള സ്നേഹം കൊണ്ടല്ല. മൃതസഞ്ജീവനി ഗാർഡൻസ് എന്ന തന്റെ ഈ സാമ്രാജ്യം ആളുകൾ കൊതിയോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരിടമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുവെന്ന് പുറം ലോകം അറിഞ്ഞാൽ അത് തന്റെ ഈ സാമ്രാജ്യത്തിന് ചീത്തപ്പേരാകും എന്നോർക്കവെയാണ് അവരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത്. നോക്ക്, 2 പേരിങ്ങ് വന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കേ. പിന്നെ ബില്ല് ഇയാളുടെ ഈ മാസത്തെ സാലറിയിൽ നിന്ന് തന്നെ അടച്ചോളൂ. ഹോസ്പിറ്റൽ ബില്ല് കട്ട് ചെയ്ത് ബാക്കി സാലറി കൊടുത്ത ശേഷം ഇയാളെ തിരിച്ചു വിട്ടു എന്ന് അറിയിച്ചേക്ക്. തല്ലുകൊണ്ട് അർദ്ധബോധത്തിൽ കിടക്കുന്ന ഭരതനെ നോക്കി മാലിനി ജോലിക്കാരോട് പറഞ്ഞു. മാലിനിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞ് അവിടെ അനന്തനും ജഗനും പല്ലവിയും മാത്രമായി. എന്നാലും അനന്ത, അവരെ തല്ലണമായിരുന്നോ? ഒന്നുമില്ലെങ്കിലും 2 പെൺകുട്ടികളല്ലേ? പല്ലവി ചോദിച്ചു. ജഗന്റെയും മനസ്സിൽ പെൺകുട്ടികളെ തല്ലിയത് മോശമായി പോയില്ലേ എന്നൊരു ചോദ്യം അവശേഷിച്ചിരുന്നു. ശത്രു എന്നും ശത്രുവാണ്. ഞാൻ ആൺ പെൺ വ്യത്യാസമോ ജോലിയോ സമ്പത്തോ ഒന്നും നോക്കിയല്ല ആരെയും ബഹുമാനിക്കുന്നത്. ഒരാളുടെ സ്വഭാവവും വ്യക്തിത്വവും സാമർഥ്യവും വിലയിരുത്തിയാണ് ഞാൻ അയാൾക്ക് ബഹുമാനം നൽകുന്നത്. പാവപ്പെട്ടവനാണെന്നോ പുരുഷന്മാരാണെന്നോ കരുതി അവര് നമ്മളെ അപമാനിക്കാതിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ സ്ത്രീയാണെന്ന് കണ്ട് ഞാൻ അവരെ വെറുതെ വിടുന്നത് എന്തിനാ? പണക്കാരല്ല എന്ന് കരുതി അവര് തോന്നിവാസം കാണിച്ചു. അഹങ്കാരികളാണെന്ന് കണ്ട് ഞാൻ അവരെ ശിക്ഷിച്ചു. അത്രയേ ഉള്ളൂ. അനന്തൻ പറഞ്ഞു. ശരിയാ, നമ്മൾ പ്രതികരിക്കാതിരുന്നെങ്കിൽ അവളുമാരും അയാളും കൂടി ചേർന്ന് നമ്മുടെ തലയിൽ കയറി നിരങ്ങിയേനെ, ജഗൻ പറഞ്ഞു. ഇതിനിടെ അനന്തൻ പല്ലവിയെ ഒന്നിടം കണ്ണാൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എല്ലാ സ്ത്രീകളെയും പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അഹങ്കാരം തീരെയില്ലാത്ത നല്ല വ്യക്തിത്വമുള്ള പെൺകുട്ടികളും ഈ നാട്ടിലുണ്ട്. അതിരിക്കട്ടെ, പല്ലവി എന്താ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അനന്തൻ തന്നോട് സംസാരിക്കുന്ന രീതിയിൽ എന്തോ ഒരു മാറ്റമുള്ളത് പോലെ പല്ലവിക്ക് തോന്നി. അനന്തന്റെ സംസാരം കേട്ടു നിൽക്കുന്ന ജഗനും കള്ളക്കണ്ണിട്ട് ഇരുവരെയും നോക്കുന്നുണ്ട്. അവൾ അനന്തനെ പുരികം ചുളിച്ചു നോക്കി. പിന്നെ അവന്റെ ചോദ്യം, ഇന്ന് എന്തിനാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ അനന്തൻ 1,00,000 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഇത്രയും പ്രശ്നങ്ങളും സൃഷ്ടിച്ച് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസത്തെ പറ്റി ഒരറിവുമില്ലാതെയാണോ? അനന്തന്റെ ചോദ്യത്തിൽ
പല്ലവി അവനോട് എന്ത് പറയണമെന്ന് ആലോചിച്ചു നിന്നു. എന്തൊക്കെയായിരിക്കും മൃതസഞ്ജീവനി ഗാർഡൻസിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? അധ്യായം 27. പ്രശ്നങ്ങളെല്ലാം തീർന്ന ശേഷം പല്ലവിയും അനന്തനും ജഗനും മാത്രമായി ആ ഉദ്യാനത്തിൽ. അനന്തൻ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായാണ് തന്നോടിപ്പോൾ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച പല്ലവി അത് പക്ഷെ കാര്യമാക്കിയില്ല. ഇന്നെന്താണ് മൃതസഞ്ജീവനി ഗാർഡൻസിൽ പ്രത്യേകത എന്ന് ചോദിച്ച അനന്തനെ പല്ലവി അതിശയത്തോടെ നോക്കി. ഇന്ന് ഈ മൃതസഞ്ജീവനി ഗാർഡൻസിൽ പ്രത്യേകമായി സൂക്ഷിച്ചിട്ടുള്ള കുറച്ചിനം പൂക്കളുണ്ട്. വളരെ വിശിഷ്ടമായവ. അവയുൾപ്പെടെ എല്ലാത്തരം പൂക്കളും ഒരുമിച്ച് പൂത്ത ദിവസമാണ്. ശിവമല്ലിപ്പൂവ് പോലും ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. അത് അത്യപൂർവമായ കാഴ്ചയാണ്. സാധാരണയായി ഈ ശിവമല്ലി മരം അങ്ങനെ പൂവിടാറില്ല. ഞാൻ കരുതിയത് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇന്നിവിടേക്ക് വന്നതെന്നായിരുന്നു, പല്ലവി പറഞ്ഞു. ഓഹോ, അങ്ങനെ ഒരു വിശേഷം ഉണ്ടോ എന്ന്? ഞാൻ എന്റെ ക്ലിനിക്കിലേക്ക് ആവശ്യമുള്ള ഔഷധ ചെടികൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് കരുതി വന്നതാ. എന്തായാലും വന്ന സ്ഥിതിക്ക് അതൊന്ന് കണ്ടുകളയാ, അനന്തൻ പറഞ്ഞു. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. ഒരു പ്രത്യേക ഇടമെത്തിയപ്പോൾ അവർ മൂവരും സ്വയം നിശ്ചലമായി നിന്നു. മുന്നിൽ അതാ തല ഉയർത്തി നിൽക്കുന്ന ഒരു വൻമരം നിറയെ പൂത്തു നിൽക്കുന്നുണ്ട്. ഇതാണോ നേരത്തെ പറഞ്ഞ ശിവമല്ലിപ്പൂവ് എന്ന് ചോദിച്ചുകൊണ്ട് അനന്തൻ പല്ലവിയെ നോക്കുമ്പോഴുണ്ട് അവൾ കണ്ണ് ചിമ്മാതെ ആ പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് മറ്റേതോ ലോകത്തെന്നതുപോലെ നിൽക്കുകയാണ്. ഉത്തരം ലഭിച്ചില്ലെങ്കിലും അവളുടെ കണ്ണിലെ തിളക്കത്തിൽ നിന്ന് തന്നെ അനന്തന് മനസ്സിലായി അവൾ തേടി വന്ന ശിവമല്ലിപ്പൂക്കൾ ഇത് തന്നെയാണ് എന്ന്. ജഗൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചുറ്റിനും നിൽക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ ഈ പുഷ്പങ്ങളിൽ തന്നെയാണ്. അത്രയേറെ ഭംഗിയായിരുന്നു അവയ്ക്ക്. അനന്തന് ആ പൂക്കളും മരവും കണ്ടിട്ട് എന്തോ വിചിത്രമായി തോന്നി. അവൻ സംശയത്തോടെ വന്ന് ശിവമല്ലി മരത്തിന്റെ ഒരു ഇലയിൽ തൊട്ടതും ഒരു ഉൾവിളി ലഭിച്ചതുപോലെ അവന് തോന്നി. കാര്യം മനസ്സിലായ ഭാവത്തിൽ അവൻ കൈ തിരിച്ചെടുത്തു. അനന്തൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ജഗൻ വീണ്ടും ചോദ്യങ്ങൾ കൊണ്ട് വലച്ചു. പല്ലവിയാണ് അപ്പോൾ അതിന് മറുപടി നൽകിയത്. സാധാരണ ശിവമല്ലിപ്പൂക്കൾ വിരിയുന്നത് മൊട്ട് വന്നതിന് 3 വർഷം കഴിഞ്ഞാണ്. 5 വർഷത്തിൽ ഒരിക്കലാണ് ശിവമല്ലിപ്പഴം ഉണ്ടാവുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണയായി പൂ വിരിയാറ്. പക്ഷെ ഇത്തവണ എന്ത് പറ്റിയെന്നറിയില്ല. ഈ മാർച്ചിൽ തന്നെ പൂ വിരിഞ്ഞു. പതിവില്ലാതെ കാലം തെറ്റി വിരിഞ്ഞത് കൊണ്ടാണ് എല്ലാവർക്കും ഈ ഒരു കൗതുകം. പല്ലവി ജഗനെ വിശദീകരിച്ചു കൊടുത്തു. ഞാൻ കേട്ടിട്ടുള്ളത് ഈ ശിവമല്ലിപ്പഴം വളരെ അമൂല്യമാണ് എന്നാണ്. പൂവ് വിരിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏപ്രിൽ മാസം ആവുമ്പോഴേക്കും പഴങ്ങൾ ലഭിക്കുമല്ലോ. ഇതിനെപ്പറ്റി പുരാണത്തിൽ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ജഗൻ പറഞ്ഞു. ഹേയ്, അതൊക്കെ കിട്ടുകഥയാ, വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ. പല്ലവി ജഗനെ എതിർത്തു. പക്ഷെ പല്ലവി പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. മിസ് പല്ലവി, നിങ്ങൾ പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്, അയാൾ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വരുന്നതാണ്. മാലിനി അവർക്ക് മുന്നിലായി തന്നെയുണ്ട്. പല്ലവിക്ക് മറുപടി കൊടുത്ത വ്യക്തി അവർക്കൊപ്പം തന്നെ വരുന്നുണ്ട്. ഒരു മുണ്ടും ഇസ്തിരിയിട്ട ഷർട്ടും പിന്നെ ഒരു മടക്കി തേച്ച് തോളിലൂടെയും കൈയിലൂടെയും ചുറ്റിയിട്ടിരിക്കുന്ന മേൽമുണ്ടുമാണ് വേഷം. അനന്തന് ആളിന്റെ വേഷത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ആളൊരു താന്ത്രികനാണെന്ന്. ചുറ്റും നിൽക്കുന്നവരൊക്കെ അതിവിനയത്തോടെ അദ്ദേഹത്തെ തൊഴുതു വഴി മാറി കൊടുക്കുന്നുണ്ട്. ആളിവിടുത്തെ പേരുകേട്ട താന്ത്രികനാണെന്ന് അനന്തൻ ഊഹിച്ചു. ചിദാനന്ദ സ്വാമി. അരികിൽ നിന്ന് ആരുടെയോ സംസാരത്തിൽ നിന്ന് ആളിന്റെ പേരും അനന്തൻ മനസ്സിലാക്കി. അയാൾ പല്ലവിയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു. കുട്ടി ഇതുവരെ കേട്ട കഥകളൊന്നും അസത്യമല്ല. ശിവമല്ലിപ്പൂവിനെ പറ്റി കേട്ടതെല്ലാം സത്യമാണ്. കണ്ടും കേട്ടും സ്വയം അറിയുന്നത് വരെ പല കഥകളും നമുക്ക് കെട്ടുകഥകളായി തോന്നിയേക്കാം. ഒരു ഉദാഹരണം, കുറച്ചു ദിവസം മുൻപ് ബ്രഹ്മദത്തൻ നടത്തിയ പ്രവചനം തന്നെ എടുക്കാം. ഒരു രാത്രി ഇടിമിന്നലിന്റെ അകമ്പടിയോടെ ഒരാൽമരത്തിൽ ദിവ്യത്വം നിറഞ്ഞ ഫലങ്ങൾ കായ്ക്കുമെന്നല്ലേ അത്? എന്താ അത് സംഭവിച്ചില്ലേ? ചിദാനന്ദ സ്വാമി ചോദിച്ചു. അത് സംഭവിച്ചു സ്വാമിജി. ഒരവസരം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഫലം നേരിട്ട് ചെന്ന് ദർശിച്ചേനെ, അവൾ നിരാശയോടെ പറഞ്ഞു. പല്ലവി അത്രയും പറഞ്ഞു നിർത്തിയെങ്കിലും മാലിനിക്ക് അപ്പോഴും ആ ഫലത്തെക്കുറിച്ച് സംശയങ്ങൾ ബാക്കിയായിരുന്നു.
സ്വാമിജി, ഈ ബ്രഹ്മദത്തൻ എന്ന വ്യക്തിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് കേൾവി. അത് മാത്രമല്ല, നാരായണ കൈമള്, അയാളുടെ കയ്യും ആരോ വെട്ടിയിരിക്കുന്നു. ഈ അനർത്ഥങ്ങൾക്കൊക്കെ കാരണം ആ മാന്ത്രിക പഴമാണെന്നാണ് ആളുകൾ പറയുന്നത്. മാലിനി പറഞ്ഞു. മാലിനി, ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോ ഇവിടെ അധികം സംസാരിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഒന്ന് മാത്രം ഞാനിപ്പോ പറയാം. ബ്രഹ്മദത്തൻ ബോധമണ്ഡലത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ചിദാനന്ദ സ്വാമികളിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ചുറ്റും നിന്നവർക്ക് പല സംശയങ്ങളും ഉണ്ടായി. പക്ഷെ ആരും ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല. ഇവിടെ ഇപ്പോ ശിവമല്ലിപ്പൂ വിരിഞ്ഞിരിക്കുകയാണല്ലേ. സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള വിശിഷ്ട ഫലങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് വരില്ല. പക്ഷേ ഇവിടെ ഇപ്പോ ശിവമല്ലിപ്പഴം ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. കാലം തെറ്റി വിരിയുന്ന പൂക്കളും ഫലങ്ങളും ആയതിനാൽ അവയ്ക്ക് 500 വർഷത്തിന് മേൽ പഴക്കമുള്ള ശിവമല്ലിപ്പൂക്കളുടെ അത്രത്തോളം ഔഷധ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. സ്വാമി ചിദാനന്ദന്റെ വാക്കുകൾ കേട്ട പല്ലവിക്ക് ഉറപ്പായി ഇനിയുള്ള ദിവസങ്ങളിൽ വിരിയാൻ പോകുന്ന ശിവമല്ലിപ്പഴങ്ങൾ വളരെയധികം ദൈവികത നിറഞ്ഞതായിരിക്കുമെന്ന്. മാലിനി മാഡം, ഈ ശിവമല്ലിപ്പൂക്കളിൽ നിന്നും ഒരു 100 എണ്ണം എനിക്ക് തരൂ. ഞാൻ എന്ത് വില വേണമെങ്കിലും തരും. പല്ലവി ചോദിച്ചു. തീർച്ചയായും, പല്ലവിക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ വർഷം ഇവയ്ക്ക് പ്രത്യേകതകൾ ഏറെ ആയതിനാൽ തന്നെ 1,00,000 ഓരോ പൂവിനും ഞാൻ വില നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ പല്ലവി എനിക്ക് എന്റെ അനിയത്തിയെ പോലെയാണ്. ആ ഒരു ബന്ധം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിനക്ക് 10% ഡിസ്കൗണ്ട് തരാം, മാലിനി പറഞ്ഞു. പല്ലവി സന്തോഷത്തോടെ മാലിനിയെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അനന്തൻ ഇതൊന്നും അത്ര ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പല്ലവിയുടെ മണ്ടത്തരം കണ്ട് അനന്തന്റെ മുഖത്ത് ഒരു പരിഹാസം കലർന്ന ചിരി ഉതിർന്നു. ആരും ശ്രദ്ധിച്ചില്ല എങ്കിലും അനന്തന്റെ ഭാവം മാറുന്നത് മാലിനി വ്യക്തമായി കണ്ടിരുന്നു. ആദ്യമേ തന്നെ അനന്തനോടുള്ള ദേഷ്യം ഉള്ളിൽ അടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്ന മാലിനിക്ക് അവൻ തന്റെ ബിസിനസിനെ കൂടി പരിഹസിച്ച് ചിരിക്കുന്നത് കണ്ട് ദേഷ്യം നുരഞ്ഞു പൊങ്ങി. എന്തു പറ്റി അനന്ത? എന്താണ് ചിരി തീരെ സഹിക്കാനാവുന്നില്ലാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ എന്ത് തമാശയാണ് തോന്നുന്നത്? എന്റെ ഗാർഡനും അവിടെ നടക്കുന്ന കച്ചവടങ്ങളും തനിക്ക് തമാശയായിട്ടാണോ തോന്നുന്നത്? മാലിനി തുറന്നു ചോദിച്ചു. ചുറ്റും നിന്നവരുടെ ഒക്കെ ശ്രദ്ധ വീണ്ടും അനന്തനിലേക്ക് തന്നെ തിരിഞ്ഞു. നേരത്തെ 2 കൊച്ചു പെൺകുട്ടികളെ പബ്ലിക്കായി തല്ലി എന്ന സംഭവം മുതൽ അനന്തൻ അവിടെ കേന്ദ്ര കഥാപാത്രമായി മാറിയല്ലോ. അനന്തൻ ചുറ്റും നോക്കി. ആളുകളുടെ ശ്രദ്ധ മുഴുവൻ തന്റെ നേർ കാണുന്ന കണ്ട അനന്തൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി ഇങ്ങനെ പറഞ്ഞു. ഞാൻ നിങ്ങളെ പരിഹസിച്ചതൊന്നുമല്ല. പഴയ ഏതോ ഒരു കാര്യം ഓർത്ത് ചിരി വന്നതാ. വെറുതെ ഉരുണ്ട് കളിക്കില്ല അനന്ത. അപ്പൊ തനിക്ക് ഇത്രയും ധൈര്യമുള്ളൂ? ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. അല്ല പല്ലവി, ഇത്രയും നേരമായിട്ടും ഈ സുഹൃത്തിനെ ശരിക്കും ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. അനന്തനെ ചൂണ്ടി മാലിനി പല്ലവിയോട് ചോദിച്ചു. പല്ലവി ഒരു നിമിഷം ആലോചിച്ചു. താൻ എന്തു പറഞ്ഞ് പരിചയപ്പെടുത്തും? അനന്തൻ സാമ്പത്തികമായി അത്ര ഉയർച്ചയിലല്ലാത്തതിനാൽ അവിടെയുള്ളവർ അവനെ തരം താഴ്ത്തി കളയുമോ എന്ന ചിന്ത അവളെ അലട്ടി. ഓ സോറി, ഇത് അനന്തൻ വർമ്മ. ആളെ കാണുന്നതൊന്നും നോക്കണ്ട. ആയുർവേദത്തിൽ അനന്തൻ അറിയാത്ത മരുന്നുകളില്ല. ഔഷധ ഗ്രന്ഥങ്ങളൊക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോ ഒരു ആയുർവേദ ആശുപത്രി നടത്തുക. ആയുർവേദത്തിൽ ഉപരിയായി പുരാതന വസ്തുക്കളെയും ചിത്രങ്ങളെയും ശില്പങ്ങളെയും പറ്റി വളരെയധികം ജ്ഞാനമുണ്ട്. ഒറ്റ നോട്ടത്തിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക ശക്തിയെയും പൈശാചിക ശക്തിയെയും വേർതിരിച്ചു കാണാനുള്ള കഴിവും അനന്തന് സിദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം ഇദ്ദേഹത്തിന്റെ സാമർഥ്യം ഒന്നുകൊണ്ട് മാത്രം ഒരു വലിയ അപകടത്തിൽ നിന്ന് കരകയറിയിട്ടുണ്ട്. അതിനാൽ ഭാർഗവ ഗ്രൂപ്പിനിപ്പോ അനന്തൻ ദൈവതുല്യനാണ്, പല്ലവി പറഞ്ഞു. പല്ലവി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നിന്നവർ പരസ്പരം നോക്കി. കാരണം അനന്തനെ കണ്ടാൽ പറയില്ല പല്ലവി വിവരിച്ചതുപോലെയുള്ള കഴിവുകൾ അവനിലുണ്ടെന്ന്. പ്രായം കൊണ്ട് ഇതിന്റെയൊക്കെ 100-1 അംശം അറിവ് നേടാനുള്ള സമയമായിട്ടില്ല അനന്തന്. പിന്നെ എങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഇത്രയും സിദ്ധികൾ ഈ യുവാവിന് കൈവന്നത്? ഇതായിരുന്നു അവിടെ നിന്നവരുടെ എല്ലാം ചിന്ത. പല്ലവി മാഡം എന്നെ ഇത്രയധികം പുകഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ചെറിയ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന ആളാണ്. എന്റെ ഹോസ്പിറ്റലിൽ വരുന്ന ഏതൊരു രോഗിയെയും ഞാൻ ചികിത്സിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്താറുമുണ്ട്. എനിക്ക് ആ ഒരു അഭിമാനം മാത്രം മതി, അനന്തൻ പറഞ്ഞു. ചെറിയ ക്ലിനിക്കോ? ആളുകൾക്കിടയിൽ ചെറിയ മുറുമുറുപ്പുകൾ കേട്ടു. അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം തന്നെ വലിയ സമ്പന്നരും വലിയ വലിയ ഹോസ്പിറ്റലുകളും ബിസിനസ്സുകളും ഒക്കെ നടത്തുന്നവരാണ്.
അതിനാൽ തന്നെ അവർക്ക് ചെറിയൊരു ഡിസ്പെൻസറി എന്ന് കേട്ടപ്പോൾ മുഖം ചുളിഞ്ഞു. പക്ഷേ അവിടെ നിന്നവരിൽ ഭൂരിഭാഗം പേർക്കും പല്ലവിയെ പിണക്കാൻ ധൈര്യമില്ലാത്തതിനാൽ അവർ അനന്തനെ പരസ്യമായി അപമാനിച്ചില്ല. പകരം അടക്കം പറച്ചിലുകളിലും പരിഹാസം നിറഞ്ഞ ചിരിയിലും ഒതുക്കി. എന്നാലും ചിലർ കാണുമല്ലോ, ഏതു കൂട്ടത്തിലും വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്തവർ. അങ്ങനെയുള്ളവരിൽ ചിലർ തങ്ങളുടെ ചിന്തകൾ പരിഹാസത്തോടെ പറഞ്ഞു. മിസ് പല്ലവി ഇപ്പോ വളരെ വിശാല മനസ്കയായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ആരുമായും സൗഹൃദം സ്ഥാപിക്കും. ഏത് ദരിദ്രനോടും സൗഹൃദം പുലർത്താൻ പാകത്തിന് തുറന്ന മനസ്സാണ് അവർക്ക്. അത് കേട്ട് മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവനെ കണ്ടിട്ട് നമ്മളെ പോലുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നവനല്ല എന്ന് തോന്നുന്നു. ഇപ്പോ അത് സത്യമായില്ലേ? അല്ലേലും നമ്മളെ പോലെ കുടുംബത്തിൽ പിറന്നവരാരെങ്കിലും ഇതുപോലെ പെൺകുട്ടികളോട് ഗുണ്ടായിസം കാണിക്കോ? ഇതൊക്കെ വെറും ചേരിയിലെ ചെക്കന്മാരുടെ രീതികളാണെന്നേ. അനന്തനും പല്ലവിക്കും ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവർ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സഹിച്ചു. പക്ഷേ മൂന്നാമതായി ഒരാൾ പറഞ്ഞ കാര്യം അത് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പാകത്തിനുള്ളതായിരുന്നു. പല്ലവി മാഡം, നിന്നെ പോലെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഉയർന്ന സ്ഥാനത്ത് വരുന്ന പെൺകുട്ടി കുറച്ചുകൂടെ പക്വതയോടെ പെരുമാറണം. കാരണം ഭാർഗവ കുടുംബത്തിൽ കയറിക്കൂടാൻ പലരും ശ്രമിക്കും. നിന്നെ പോലെയുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് നിങ്ങളുടെ ബിസിനസ് തട്ടിയെടുക്കാൻ നിസ്സാരമാണ്. കുട്ടിയെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് ഒരിക്കലും സ്വയം അതിന് വഴിയൊരുക്കരുത്. ഇതുപോലെ അലവലാതി ചെറുക്കന്മാരോടൊക്കെ കൂട്ടുകൂടിയ നാളെ അവന്മാര് കിടപ്പറയിലും എത്തും. മാഡത്തിന്റെ ജീവിതം വെച്ച് വിലപേശിയ ഭാർഗവ ഗ്രൂപ്പ് സ്വന്തമാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ഞാൻ ഇത്രയും കാലം എന്റെ വീട്ടിലെ പെൺകുട്ടികളോട് പല്ലവി ഭാർഗവനെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത്, മക്കളോട് കണ്ടുപഠിക്കാൻ പറഞ്ഞവളുമാരുടെയൊക്കെ തനി നിറം. വഴി കണ്ട ചെറുക്കന്മാരെ എല്ലാം കൂടെ കൊണ്ട് നടക്കുന്നവള്. ഇത്രയും നേരം തന്നെ അപമാനിക്കുന്ന വാചകങ്ങളായതിനാൽ അനന്തൻ ഏതുവരെ പോകുമെന്ന ഭാവത്തിൽ വെറുതെ കേട്ടുനിന്നു. പക്ഷേ അയാൾ പല്ലവിയെ അപമാനിക്കുന്നത് അനന്തൻ അസഹനീയമായിരുന്നു. അവന്റെ കൈത്തലം മുറുകി, നാഡീവ്യൂഹങ്ങൾ തരിച്ചു. വരാൻ പോകുന്ന സർവനാശം തിരിച്ചറിയാതെ ആൾക്കൂട്ടം പിന്നെയും ചിരിച്ചു. പല്ലവിക്കേറ്റ അപമാനത്തെ എങ്ങനെയായിരിക്കും അനന്തൻ നേരിടുക? അധ്യായം 28. അനന്തൻ ഒരു പാവപ്പെട്ടവനും ഒരു ചെറിയ ഡിസ്പെൻസറി നടത്തുന്നവനുമാണെന്നറിഞ്ഞ മൃതസഞ്ജീവനിയിലെ മറ്റു സന്ദർശകർ അവനെ പരിഹസിച്ചു. ആദ്യമൊക്കെ അനന്തൻ ക്ഷമയോടെ എല്ലാം കേട്ട് മൗനമായി നിന്നതേയുള്ളൂ. പക്ഷേ അതിനിടയിലാണ് ഒരാൾ പല്ലവിയെ കൂടി അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചത്. പല്ലവിയിലൂടെ ഭാർഗവ ഗ്രൂപ്പിൽ കയറിപ്പറ്റാനുള്ള അനന്തന്റെ ഗൂഢതന്ത്രത്തിൽ വീണ വിഡ്ഢിയാണ് പല്ലവി എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇത് കേട്ടതും അനന്തന്റെ രക്തം തിളച്ചു. അനന്തൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് ജഗൻ ശബ്ദമുയർത്തി. നാവടക്കടോ, കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടെന്ന ലൈസൻസിന്റെ പുറത്ത് നീയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തോന്നിവാസങ്ങൾ മുഴുവനും ഞങ്ങൾ വായും മൂടി നിന്ന് കേൾക്കുമെന്ന് കരുതിയെങ്കിലേ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾക്ക് നിന്നെയൊക്കെ അന്ത്യശ്വാസം വലിപ്പിക്കാൻ പണത്തിന്റെ പിൻബലം ആവശ്യമില്ല. ജഗൻ കലിയോടെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കുക. എനിക്ക് തോന്നുന്നത് അനന്തൻ വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നാണ്. വെറുതെ ഒരാളെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴിമാറുകയാണ് എന്ന് കണ്ട സ്വാമി ചിദാനന്ദൻ എല്ലാവരോടുമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ആ രംഗം അവിടെ ശാന്തമായി. സ്വാമി ചിദാനന്ദൻ തുടർന്നു. ഇവിടെ നിൽക്കുന്നവരെല്ലാവരും തന്നെ അവരുടെ യൗവനകാലം കഴിഞ്ഞു വന്നവരാണ്. അതിനാൽ തന്നെ കൗമാരത്തിലെയും യൗവനത്തിലെയും ചിന്തകളും ചാബല്യങ്ങളും നിങ്ങളെല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുന്നതാ. അനന്തൻ ഇന്ന് നിയന്ത്രണം വിട്ടപ്പോൾ എന്തെങ്കിലും അബദ്ധം പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം നാം ഏവരും ക്ഷമിക്കേണ്ടതാണ്. അല്ലാതെ ആ ഒരു കാര്യം വെച്ച് പരിഹസിക്കുകയല്ല പ്രായമുള്ളവർ ചെയ്യേണ്ടത്. അതുപോലെ അനന്ത, ഇവിടെ നിൽക്കുന്നവരെല്ലാവരും തന്നെ ധനികരും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നേടിയവരൊക്കെയാണ്. അതുപോലെ തന്നെ അവർക്കെല്ലാം നിന്നെക്കാൾ പ്രായവുമുണ്ട്. അതിനുള്ള ബഹുമാനം അവർക്കും നൽകണം. അപ്പോൾ നീ ചിന്തിക്കേണ്ടത് ഇവരിൽ നിന്ന് പലതും പഠിച്ചും മനസ്സിലാക്കിയും ഭാവിയിൽ നിനക്കും ഒരുപാട് ഉയരങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്നാണ്. നിനക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് സമയമുണ്ട്. നീ ഇപ്പോൾ ധനികനല്ലായിരിക്കും, പക്ഷെ നിനക്ക്
ഇനിയുള്ള ജീവിതത്തില് നീ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യം മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കണം.